ഇത്തവണത്തെ ജൂൺ മാസം അസാധാരണമായി ബ്ലെസ്സിങ് ടുഡേയുമായി കണക്ട് ചെയ്ത് കുടുംബാംഗങ്ങളായി നിൽക്കുന്ന എല്ലാവരെയും ഉറപ്പിച്ച് ആർക്കും പറിക്കാൻ കഴിയാതെ നിർത്തുന്ന ഒരു മാസമാണ്. അതിൻ്റെ പ്രഖ്യാപനങ്ങളിലേക്കൊന്ന് വേഗത്തിലൊന്ന് പോകാമോ? ഈ മാസം കർത്താവ് എന്നെ ശക്തിയിൽ ഉറപ്പിക്കുന്നു. 2, എൻ്റെ വേരുകൾ ദൈവവചനത്തിലേക്ക് ആഴത്തിൽ പോകുന്നു. ചേർന്ന് വായിക്കാമോ? എൻ്റെ വിശ്വാസം ജീവിതത്തിന്റെ ഓരോ സീസണിലും ഉറച്ചു നിൽക്കുന്നു. സാഹചര്യങ്ങളാൽ ഞാൻ കുലുങ്ങുകയില്ല. ഞാൻ ക്രിസ്തുവിൽ വേരൂന്യവനും അടിസ്ഥാനപ്പെട്ടവനുമാണ്. ഞാൻ ആത്മീയ പക്വതയിലും ജ്ഞാനത്തിലും വളരുന്നു. ഞാൻ കർത്താവിൽ പതറാത്തവനും കുലുങ്ങാത്തവനുമാണ്. ഇന്ന് ഈ മാസത്തെ ലാസ്റ്റ് മെസ്സേജാണ്. കർത്താവ് നമ്മളെ എസ്റ്റാബ്ലിഷ് ചെയ്യും, സ്ഥാപിക്കുമെന്നതിൻ്റെ ലാസ്റ്റ്. ഇന്ന് ഈ അന്തരീക്ഷത്തിൽ ഭയങ്കരമായ ഹീലിങ്സ് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ശരീരത്തിൽ, മനസ്സിൽ, വികാരങ്ങളിൽ, ഓർമ്മകളിലൊക്കെ ഭയങ്കര സൗഖ്യം നടക്കുന്നൊരു ദിവസമാണ്. അതറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നു. നിങ്ങളൊരു പക്ഷേ ഒരു 5 ടൺ ഭാരവുമായിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നത്. തിരിച്ചു പോകുമ്പോൾ 0 ടൺ ഭാരവുമായിട്ട് പോകണം. 55-ാം സങ്കീർത്തനം 22-ാമത്തെ വചനത്തിൽ പറയുന്നത്, എൻ്റെ ഭാരം എൻ്റെ തലയിലോട്ട് ഇട്ടോളാൻ, എൻ്റെ ഷോൾഡറിലേക്ക് ഇട്ടോളാൻ. കാസ്റ്റ് യുവർ ബർഡൻസ് ഓൺ ദ ലോർഡ്. തിരിച്ചു കൊണ്ടുപോകരുത്. ചിലർ ചർച്ചിൽ വന്നിട്ട് കുറച്ചും കൂടി ഭാരം കൂടി തലയിലോട്ട് കയറ്റിക്കൊണ്ട് തിരിച്ചു പോകുന്നു. കാരണം ഇഷ്ടമില്ലാത്ത ചിലരെയൊക്കെ അവിടെ വെച്ച് കണ്ടു. ആ ഭാരവും കൂടി കണ്ടുകൊണ്ടാണ് പോകുന്നത്. അടുത്ത ആളോട്, അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തോട്ട് ചെറിയൊരു പുഞ്ചിരിയോട് പറയുക, നിന്റെ ഭാരം ചുമക്കാൻ ഒരാളുണ്ട്. നിന്റെ ഭാരം ചുമക്കാൻ ഒരാളുണ്ട്. നീ ചുമക്കണമെന്നില്ല എന്ന് പറ. നീ ചുമക്കണമെന്നില്ല. ഇന്ന് മച്യൂർ ഇൻ ക്യാരക്ടർ, സ്വഭാവ ശ്രേഷ്ഠതയിൽ വളരുക എന്നുള്ളൊരു സന്ദേശമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സ്വഭാവ ശ്രേഷ്ഠതയിൽ വളരുക. എല്ലാവർക്കും പല രീതിയിൽ വളരാൻ ആഗ്രഹമുണ്ട്. കരിയറിൽ വളരണം, പഠിച്ചു വളരണം, ബിസിനസ് ഒന്ന് വളർത്തിയെടുക്കണം. ഇതെല്ലാം വളർത്തിക്കോ. എന്നാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഭാഗമാണ് ക്രിസ്തീയ ജീവിതത്തിൽ സ്വഭാവ ശ്രേഷ്ഠതയിൽ വളരുക. മെച്യൂർ ഇൻ ക്യാരക്ടർ. ഗലാത്യ ലേഖനം 4:19, മൈ ഡിയർ ചിൽഡ്രൻ, ഫോർ whom I am again in the pains of childbirth until Christ is formed in you. നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. പൗലോസ് ആദ്യമായിട്ട് എഴുതിയ ലേഖനം ഗലാത്യ ലേഖനമാണ്, റോമാലേഖനമല്ല. നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരത്തി വച്ചിരിക്കുന്നതാണ് ലേഖനങ്ങൾ നമ്മൾ കാണുന്നത്. പൗലോസ് എഴുതിയ ഇതെന്ന് വിശ്വസിക്കപ്പെടുന്ന 13 ലേഖനങ്ങൾ പ്രധാനമായും എൻ്റെ ലെങ്ത് അനുസരിച്ചൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വച്ചിരിക്കുന്നത് പ്രധാനമായും. എന്നാൽ ആദ്യമായി ഗലാത്യ ലേഖനമാണ് അദ്ദേഹം എഴുതിയതെന്നാണ് പറയുന്നത്. കടുത്ത ശാസനയാണ് അതിലുള്ളത്. വിശ്വാസത്തിൽ വന്ന ശേഷം വഴിതെറ്റിപ്പോകുന്നവരോട്, ക്രിസ്തുവിൽ ലഭിച്ച സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നവരോട്, ആ സഭയിലുള്ളവരെ ഫൂൾ എന്നാണ്, ഫൂളിഷ് ഗലീഷ്യൻസ് എന്നാണ് വിളിച്ചത്. ഒരിക്കൽ കർത്താവ് നമുക്കൊരു വലിയ കൃപയാലുള്ള സ്വാതന്ത്ര്യം നൽകിയാൽ വീണ്ടും അടിമ നുഖത്തിലേക്ക് തിരിച്ചു പോയാൽ that is foolishness. ക്രിസ്തുവിലൊരു വലിയ സ്വാതന്ത്ര്യമുണ്ട്. അത് നഷ്ടപ്പെടുത്തുന്നത് കണ്ടപ്പോൾ ഈ അപ്പസ്തോലന്റെ ഹൃദയത്തിൽ വലിയ വേദനയുണ്ടായി. ഹൃദയത്തിലല്ല, വയറ്റിലാണെന്ന് തോന്നുന്നു. പ്രസവവേദന അവിടെ എഴുതിയിരിക്കുന്നു. സഹോദരിമാരോട് ചോദിച്ചു, ആണുങ്ങൾ പ്രസവിക്കുമോ? എൻ്റെ അഭിപ്രായത്തിൽ പ്രസവിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ഇവിടെ കാണുന്നത്. ഈ പ്രസവവേദന, ഒരു ശുശ്രൂഷകൻ്റെ, ഒരു അപ്പസ്തോലൻ്റെ പ്രസവവേദന എന്താണ്? ജനങ്ങളുടെ അകത്ത്
ക്രിസ്തു ഉരുവായി വന്നിട്ട് ഫോം ചെയ്തു വരണം. സോ പോൾ ദി അപ്പോസ്റ്റൽ ഈസ് ഇൻ ദ ലേബർ, ഹി ഈസ് ഇൻ ബർത്ത് പാങ്സ്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല. ഒരാൾ ഇവിടെ കൂട്ടായ്മയിൽ വരാതിരുന്നാൽ, ഒരാൾ പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ അനുഭവിക്കുന്നൊരു വേദനയുണ്ട്. ചെറുക്കൊക്കെ മനസ്സിലാവും. ബ്ലെസ്സിങ് ഗ്രൂപ്പ് നടത്തിയോ, ഒരു സോണൽ മിനിസ്റ്ററായി ശുശ്രൂഷിക്കുകയോ, അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് സെൻറ്ററിൻ്റെ ശുശ്രൂഷകനായിട്ടിരിക്കുന്നവർക്കറിയാം ആ വേദന. ഒത്തിരി തല്ലുകൊണ്ടും കല്ലേറുകൊണ്ടൊക്കെയാണ് സഭകൾ അദ്ദേഹം സ്ഥാപിച്ചത്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സഭയും ഫോം ചെയ്തത്. എന്നിട്ട് അവരെ ദുരുപദേശത്താൽ മറിക്കുമ്പോൾ എത്ര വലിയ വേദനയാണ് അപ്പോസ്തലന്റെ ഹൃദയത്തിലുണ്ടാകുന്നത്. എന്താണ് ഉരുവാകേണ്ടത്? ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവാൻ. ക്രിസ്തു ഉരുവാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഹിസ് ക്യാരക്ടർ, ഹിസ് നേച്ചർ, കർത്താവിൻ്റെ ആ സ്വഭാവം നിങ്ങളിലൊന്ന് ഉളവായി വരണം. എന്താണ് സ്വഭാവം, അല്ലെങ്കിൽ വാട്ട് ഈസ് ക്യാരക്ടർ? വാട്ട് ക്യാരക്ടർ ഈസ്? ഈ സ്വഭാവശ്രേഷ്ഠത എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ക്യാരക്ടർ എന്നുള്ളത് ഇംഗ്ലീഷിലെ വാക്കിന് സ്വഭാവം മാത്രമല്ല, അക്ഷരമാലയിൽ ഓരോ അക്ഷരങ്ങളെ എന്താ പറയുന്നത്? ക്യാരക്ടർ എന്നാണ് വിളിക്കുന്നത്. ഡിജിറ്റ്സിനെ ക്യാരക്ടർ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരുമ്പോഴേക്കും അതിലെന്ത് പറയും? ക്യാരക്ടേഴ്സ്, ഇത്ര ക്യാരക്ടേഴ്സ്, മാക്സിമം ഇത്ര ക്യാരക്ടേഴ്സ്. അതിനകത്ത് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് @ പോലെയുള്ള ചില സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഡിജിറ്റ്സ്, നമ്പേഴ്സ് എത്ര ഇടണം എന്നൊക്കെ പറയും. ഈ ക്യാരക്ടർ എന്നുള്ള ഈ വേർഡ് വന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. അതിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ കാണുന്നത് എ സ്റ്റാമ്പിംഗ് ടൂൾ എന്നാണ്. എന്തെങ്കിലും ഒരു ടൂള് കൊണ്ട് സ്റ്റാമ്പ് ചെയ്താൽ കൊത്തിയെടുക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനെയാണ് ക്യാരക്ടർ എന്ന് വിളിച്ചിരുന്നത്. ഒരു സ്റ്റാമ്പ് പോലെ എന്തേലും ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്വഭാവം, മുദ്ര കുത്തുന്ന ഉപകരണം അല്ലെങ്കിൽ കൊത്തുപണി ചെയ്യുന്ന ഒരു ഉപകരണത്തെയാണ് ക്യാരക്ടർ എന്ന് വിളിക്കുന്നത്. കർത്താവ് പറഞ്ഞു, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവി കൊണ്ടുവന്നിട്ടുള്ളൊരു ഹല്ലേലൂയ പറ. എന്താ ഞാൻ പറഞ്ഞത്? ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂർത്ത ഒരു ആയുധം അല്ലെങ്കിൽ ഒരു സ്റ്റാമ്പ്. അടിച്ചാൽ അവിടെ മുദ്ര വീഴണം, കറക്റ്റായിട്ട് പതിയണം. അങ്ങനെയുള്ളൊരു സാധനത്തിൻ്റെ പേരാണ് ക്യാരക്ടർ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്യാരക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും അക്ഷരമാലയിലെ ക്യാരക്ടർ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? മറ്റൊരു അക്ഷരത്തിൽ നിന്നും ഈ അക്ഷരം വ്യത്യസ്തമാണ്. ഈ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി വളവൊക്കെ മാറി. എന്ന് പറഞ്ഞാൽ വീണ്ടും മാറി. എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കേട്ടിട്ടുണ്ടോ? എന്താ ചുറ്റിക്കെട്ട, അതിങ്ങനെ കെട്ടി അടിക്കൂടി ഇങ്ങനെ എടുക്കും. എല്ലാത്തിനും വ്യത്യാസമുണ്ട്. ഇഞ്ഞ എന്നെഴുതുമ്പോൾ, ഇത്ര എന്നെഴുതുമ്പോൾ, ഇക്ഷ എന്നെഴുതുമ്പോൾ, ണ എന്നെഴുതുമ്പോൾ ഓരോന്നിനും വ്യത്യാസമുണ്ട്. ഇവിടെ നോക്ക്, ഇരിക്കുന്ന ഓരോരുത്തരുടെയും ക്യാരക്ടറിൽ വ്യത്യാസമുണ്ട്. ഒരാളുടെ സ്വഭാവമല്ല മറ്റൊരാളുടെ സ്വഭാവം, ഡിസ്റ്റിങ്ക്റ്റാണ്. ഒരാളെ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പ്രകൃതം, അതാണ് ക്യാരക്ടർ. അപ്പോൾ നമുക്കൊക്കെ പല പല സ്വഭാവങ്ങളുണ്ടെങ്കിലും അപ്പോസ്തലൻ പറയുന്നത് എല്ലാവരിലും, ബാക്കി പറ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പ്ലീസ്, ക്രിസ്തുവിൻ്റെ സ്വഭാവം വെളിപ്പെട്ട് വരണം. അതിനാണ് ഈ സഭ നടക്കുന്നത്. കുറച്ച് പേർക്കേ മനസ്സിലായുള്ളൂ. ഹല്ലേലൂയ. ആദ്യകാലത്തൊക്കെ ഈ ക്യാരക്ടർ ഉണ്ടാക്കാൻ വലിയ പാടാണ്. ഓരോ അക്ഷരങ്ങളും ആരെങ്കിലും ഒരാളിരുന്ന് കൊത്തി, ലോഹത്തിലൊക്കെ കൊത്തി റെഡിയാക്കണം. പിന്നെ അതിൻ്റെ മോൾഡ് ഉണ്ടാക്കണം. അച്ചുകൂടം കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? പള്ളിക്കൂടമല്ല, അച്ചുകൂടം. അച്ചുകൂടം എന്ന് പറയുന്നത് പ്രസ്, ലെറ്റർ പ്രസ്. ആദ്യകാലത്ത് ഞാൻ പുസ്തകങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് DTP പോലുള്ള സാധനങ്ങളോ
ഇങ്ങനെയുള്ള ഡിജിറ്റൽ പ്രിൻ്റുകളോ ആധുനിക രീതിയിലോ ഒന്നുമില്ല. എന്തെങ്കിലും ഒരു നോട്ടീസ് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഓരോ അക്ഷരങ്ങൾ ഒരു സാധനത്തിൽ ഇങ്ങനെ ഓരോന്നും പെറുക്കി വെക്കണം. ഹൈഫൺ, കോളൻ, ഓരോന്നും എടുത്ത് വെക്കുന്ന, അച്ചു നിരത്തുന്ന, അതിനു വേണ്ടി തന്നെ പ്രസ്സിൽ ഒത്തിരി ആളുകളുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് പോയി നിന്നത് കാണും. കാരണം നമ്മുടെ പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് പ്രൂഫ് റീഡിങ്ങിന് വേണ്ടി ഞാൻ ഇപ്പുറത്തൊരു ടേബിളിലിരിക്കും. ഇവരോരോന്നും നിരത്തി റെഡിയാക്കി ആദ്യത്തെ പ്രൂഫ് തരും. ഇത് ഓരോ അക്ഷരവും ഞാൻ ഇരുന്ന് കറക്റ്റ് ചെയ്യും, തിരിച്ചു കൊടുക്കും, സെക്കൻഡ് പ്രൂഫ് എടുക്കും, തേർഡ് പ്രൂഫ് എടുക്കും, ഫൈനൽ പ്രൂഫ് എടുക്കും. അതിനുശേഷമാണ് പ്രിൻ്റ് കയറുന്നത്. ഓരോ അക്ഷരങ്ങളിലും വ്യത്യാസമുണ്ട്. അതൊരു മുദ്രയാണ്, വീണിരിക്കുന്ന മുദ്രയാണ്. അതേ സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു റെപ്യൂട്ടേഷൻ ഉണ്ട്, പുറത്തൊരു മതിപ്പുണ്ട്, പുറത്ത് ആളുകൾക്കൊരു മതിപ്പുണ്ട്. റെപ്യൂട്ടേഷൻ ഈസ് വാട്ട് പീപ്പിൾ തിങ്ക് യു ആർ. പുറത്തു നോക്കുമ്പോൾ ആളുകൾ നിങ്ങളെ ആരാണ്, നല്ലൊരു സിസ്റ്റർ, നല്ലൊരു ബ്രദർ എന്ന സ്വഭാവമൊക്കെ. അതുകൊണ്ട് പുറത്ത് കാണുമ്പോൾ നല്ല ഇമ്പ്രസീവാണ്. എന്നാൽ അകത്ത് നടക്കുന്നത് ആർക്കേ അറിയാവൂ? ദൈവത്തിന് മാത്രമേ അറിയാവൂ. അകത്തുള്ള ചിന്തകൾ. നമ്മൾ ഒരാളെ ഭയങ്കരമായിട്ടൊക്കെ സ്നേഹിക്കുന്ന പോലെ കാണിക്കുമ്പോഴകത്ത് ഇവനെയൊക്കെ ദൈവം എന്നാണ് താവോ ശരിയാക്കി എടുക്കുന്നത് എന്നായിരിക്കും അകത്ത് ഇത്. ഇതാണ് മനുഷ്യഹൃദയം. 1 ശമൂവേൽ 16:7 പറയുന്നത്, മനുഷ്യൻ പുറമേയുള്ളത്, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും, ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് കാണും, എന്നാൽ ഹൃദയത്തെ നോക്കുന്ന ദൈവത്തിൻ്റെ കണ്ണുകളും ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടാണ് ദൈവവചനത്തിൽ മുഴുവൻ ഈ ക്യാരക്ടർ, സ്വഭാവശ്രേഷ്ഠതയ്ക്ക് ഇത്രയും, എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ചിലർക്കൊക്കെ ഇഷ്ടപ്പെടാത്ത പോലെ ഇരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇത് റെഡിയായ എല്ലാം റെഡിയാവും. എത്ര പേര് കൈ ഉയർത്തി കർത്താവിനോട് പറയും, കർത്താവ് എൻ്റെ സ്വഭാവം ഒന്ന് നന്നാക്കി എടുക്കണേ, ഒന്ന് ശരിയാക്കി എടുക്കണേ. ക്രിസ്തുവിൻ്റെ സ്വഭാവം പലപ്പോഴും നമ്മുടെ സ്വഭാവ രീതികൾ പലപ്പോഴും നമുക്ക് തന്നെ ഇഷ്ടമല്ല. നമ്മളെ തന്നെ നമ്മൾ വെറുക്കും. ജഡത്തിൻ്റെ പലതും കയറി വരുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ ഇഷ്ടമല്ല. ഇതിനുള്ള പണിശാലയാണ് ദൈവസാന്നിധ്യം, ഇതിനുള്ള പണിശാലയാണ് ഒരു സഭ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. എന്തുകൊണ്ടാണ് സ്വഭാവശ്രേഷ്ഠതയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? 1 പത്രോസ് 2:12 ഒന്ന് വായിക്കാമോ? നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണമെന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഈ ക്യാരക്ടർ ഒരു മാഗ്നറ്റാണ്. ഒരാളുടെ ക്രിസ്തുവിൻ്റെ തുല്യമായ സ്വഭാവം ഒരു കാന്തം പോലെയാണ്, മറ്റുള്ളവരെ ആകർഷിക്കും. നിങ്ങളുടെ സൽപ്രവൃത്തി, നിങ്ങളുടെ സൽസ്വഭാവം യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത, ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്ത പലരെയും മാടി വിളിക്കും, വാ യേശുവിലേക്ക് വാ മക്കളെ വാ. എനിബഡി ഇൻട്രസ്റ്റഡ്? കവിയുർത്തി പറ, കർത്താവെ ഒന്ന് നന്നാക്കണേ. ഹല്ലേലൂയ. ഇനി അതിന് 2-3 കാരണങ്ങൾ പറയാം. ഒന്ന്, ക്യാരക്ടർ ഡിറ്റർമിൻസ് യുവർ സീലിംഗ്. സ്വഭാവം നിങ്ങളുടെ ഉയർച്ചയെ നിർണ്ണയിക്കും. എത്രത്തോളം നിങ്ങൾ ജീവിതത്തിൽ ഉയരുമെന്ന് നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയൊന്നുമല്ല, പിന്നെന്താണ്? ക്യാരക്ടറാണ്. നിങ്ങളുടെ സ്വഭാവ ശ്രേഷ്ഠത ജീവിതത്തിൽ എവിടെ വരെ എത്തും, ഇനി എത്ര വർഷം മുമ്പിലോട്ടുണ്ട്, അത്രയും വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ എവിടെ വരെ ഉയരുമെന്ന് നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം എന്താണ്? സ്വഭാവമാണ്. എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല, വീണ്ടും പ്രാർത്ഥിക്കാം, കതിനാവെടി പോലെ പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ച് മറ്റുള്ളവരെ പേടിപ്പിക്കാം, അതുപോലെ ഭീഭത്സമായി പ്രാർത്ഥിക്കാം. പക്ഷെ ജീവിതത്തിൽ ഉയരണമെങ്കിൽ എന്ത് വേണം? പറ കുഞ്ഞുങ്ങളെ, സ്വഭാവത്തിൽ കൂടെ വ്യത്യാസം വരണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഉയർച്ചയെ തീരുമാനിക്കുന്നത് സ്വഭാവമാണ്. ഹല്ലേലൂയ. 2, ക്യാരക്ടർ ഈസ് വാട്ട് റിമെയിൻസ് വെൻ എവറിത്തിങ് എൽസ് ഈസ് സ്ട്രിപ്ഡ് അവേ. സകലതും ഇല്ലാതാകുമ്പോഴും സ്വഭാവശ്രേഷ്ഠത നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നു. എന്ത് ജീവിതത്തിൽ നിന്ന് പോയാലും ക്യാരക്ടർ റിമെയിൻസ്.
കാരണം അത് മുദ്ര കുത്തി വെച്ചേക്കുക, അതിലൊരു മാറ്റവും വരില്ല. നല്ലൊരു തെളിവ് ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം 3-ാമത്തെ വചനത്തിൽ ദൈവം ഇയ്യോബിനെക്കുറിച്ച് പറയുന്നൊരു സാക്ഷ്യമുണ്ട്. എന്താണത്? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഗോഡ് സെഡ് ഓഫ് ഹിം ഇൻ ദ മിഡിൽ ഓഫ് ടോട്ടൽ ഡിവസ്റ്റേഷൻ, കംപ്ലീറ്റ് തകർന്നു കിടക്കുന്ന സമയത്ത് ദൈവം പറയാം, ഹീ സ്റ്റിൽ മെയിൻറ്റെയിൻസ് ഹിസ് ഇൻറ്റഗ്രിറ്റി. അവനിപ്പോഴും, എൻ്റെ മലയാളം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇപ്പോഴും തൻ്റെ ഭക്തിയെ മുറുകെ പിടിക്കുന്നതാണോ അല്ലെങ്കിൽ തൻ്റെ ഹൃദയപരാത്മാർത്ഥത മുറുകെ പിടിക്കുന്നതെന്നോ അവിടെ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാം തകർന്നിട്ടും ഇയ്യോബിൻ്റെ സ്വഭാവ ശ്രേഷ്ഠത ദൈവം പോലും അംഗീകരിച്ചു. ചോദ്യം ചോദിച്ചോട്ടെ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ, ഇന്ന് നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളിൽ നിന്ന് അകന്നാൽ, എല്ലാവരും ഇട്ടിട്ട് പോയാൽ, ഒറ്റയ്ക്ക് മണ്ണിലിരിക്കേണ്ടി വന്നാൽ, പൂഴി വാരിയിട്ടുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടവൻ, ഒന്നുമില്ല ഇനി ജീവിതത്തിൽ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് പറയാനൊന്നുമില്ല, എല്ലാം പോയ അവസ്ഥയിൽ നമ്മുടെ സ്വഭാവം എന്തായിരിക്കും? ഇയ്യോബ് അത് പ്രൂവ് ചെയ്തു. അതിനുശേഷമാണ് ഇരട്ടി അനുഗ്രഹത്തിലേക്ക് ദൈവം എന്നെ നടത്തിയത്. ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ചിലർ, ഇവിടെ ഇരിക്കുന്ന ചിലരുടെ സ്വഭാവം പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും സ്വപ്നം കാണാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ളൊരു വലിയ ബ്രേക്ക് ത്രൂ, ഒരു വലിയ അനുഗ്രഹം ജീവിതത്തിൽ കർത്താവ് പകരാൻ പോവുകയാണ്. നന്നായിട്ട് അടിച്ച കർത്താവിന് നന്ദി പറഞ്ഞു. വായ് തുറന്ന് സ്തുതിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, കൊതിച്ചുകൊണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ കാര്യത്തിലും അങ്ങനെ. ഞാൻ ശോധന ചെയ്ത കല്ലായി ഒരു കല്ല് ഞാൻ എവിടെ ഇട്ടിരിക്കുന്നു? സിയോനിലിട്ടിരിക്കുന്നു. ടെസ്റ്റഡ് ആൻഡ് പ്രൂവൻ സ്റ്റോണാണ് ഇട്ടത്. ശോധന എവിടെ വരെ വന്നു? ക്രൂശ് പൊക്കാൻ പോവുക, അതിനു മുമ്പാണ് ആണി അടിക്കുന്നത്. ആ സമയത്ത് കർത്താവിൻ്റെ വായിൽ നിന്ന് ശാപവാക്കുകളോ നെഗറ്റീവ് ഒന്നും വന്നില്ല. പകരം എന്താ പറയുക? പിതാവേ, വിട്ടുപോയത് പൂരിപ്പിക്കുക, പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ അവരോട് ക്ഷമിക്കണമേ. വേർഡ്സ് ഓഫ് ഫോർഗീവ്നെസ്. കാരണം ഈ എല്ലാവരുടെയും പാപം എടുക്കുന്നത് എല്ലാവരുടെയും ഫോർഗീവ്നെസ്സിന് വേണ്ടിയിട്ടാണ്. കർത്താവേ, ഇവർക്കറിയില്ല എന്താ ചെയ്യുന്നതെന്ന്. അറിഞ്ഞുവെങ്കിൽ, പത്രോസിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അവരറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. നമ്മൾ ഇതുപോലൊക്കെ ക്രൂശിച്ചവരാണ്. അന്ന് ജീവിച്ചില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഓരോ പാപങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും യേശുവിനെ ക്രൂശിച്ചവരാണ്. എത്ര പേർക്കറിയാം, ഞാനും കൂടി കാരണമാണ് യേശു ക്രൂശിൽ മരിച്ചതെന്ന് അറിയാവുന്ന എത്ര പേരുണ്ട്? ആ ബോധം എത്ര പേർക്കുണ്ട്? ഞാൻ കാരണമാണ് യേശു മരിച്ചത്. നമ്മൾ റോമൻ പടയാളികളെയും ഹേരോദാവിനെയും പിലാത്തോസിനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. യഹൂദ പ്രമാണികളെ പറഞ്ഞു, ഞാൻ കാരണമാണ്, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു ക്രൂസിൽ മരിച്ചത്. അതാണ് എൻ്റെ വ്യക്തിപരമായ രക്ഷ. റിയലൈസേഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തേത്, ക്യാരക്ടർ ഈസ് എ മോസ്റ്റ് പവർഫുൾ ഫോം ഓഫ് വിറ്റ്നസ്. നിങ്ങളുടെ ഏറ്റവും ശക്തിയേറിയ സാക്ഷ്യമാണ് സ്വഭാവശ്രേഷ്ഠത. ഞാൻ പറയുന്നത്, രോഗസൗഖ്യം, ദൈവിക രോഗസൗഖ്യം, കർത്താവിൽ നിന്ന് സൗഖ്യം എപ്പോഴെങ്കിലുമൊക്കെ സ്വീകരിച്ചിട്ടുള്ളവരെന്ന് കൈ ഉയർത്താമോ? ഇവിടെ തന്നെ ഒത്തിരി സാക്ഷികളുണ്ട്. അതുപോലെ പല നന്മകളും, സാമ്പത്തിക വിടുതലുകൾ, ജോലി കിട്ടിയവർ, പ്രമോഷൻ കിട്ടിയവർ, അഡ്മിഷൻ കിട്ടിയവർ, അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ പറയാൻ കഴിയുന്നവർ ഇതിനകത്തുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം പറയാൻ കഴിയുന്നവർ ഇത്ര ഇതിനകത്തുണ്ട്. എന്നാൽ ഏറ്റവും വലിയ നമ്മുടെ സാക്ഷ്യം എന്താണ്? നമ്മുടെ ക്രിസ്തുവിലുള്ള സ്വഭാവമാണ്. അത് കണ്ടാണ് ആളുകൾ ആകർഷിക്കപ്പെടേണ്ടത്. ഇതിന് കാരണം, അത്ഭുതം കണ്ട ഒത്തിരി പേര് വിട്ടുപോയി, യേശുവിനെ വിട്ടുപോയി, ബ്ലെസ്സിങ് ടുഡേ സഭ വിട്ടുപോയി. ഞാൻ ചില സമയത്ത്, കർത്താവേ, ഇങ്ങനെ ഒരു അത്ഭുതം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചിട്ടുള്ള രീതിയിൽ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അവരില്ല, പിന്നെ അവരെ കാണുന്നില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിക്കുന്നത് അത്ഭുതങ്ങളെക്കാൾ നമ്മുടെ സ്വഭാവ ശ്രേഷ്ഠതയാണ്. അടിക്കേ, വിശ്വസിക്കുന്നവരടിക്ക്, വേണ്ടവരടിക്ക്. രണ്ടാമത്തേത് ഇതാണ്, ദ റോ മെറ്റീരിയൽസ് ഫോർ ക്യാരക്ടർ ബിൽഡിംഗ്.
സ്വഭാവശ്രേഷ്ഠതയ്ക്കുള്ള മൂലഘടകങ്ങൾ. എന്തൊക്കെ കൊണ്ടാണ് സ്വഭാവം പണിയേണ്ടത്? എങ്ങനെയാണ് സ്വഭാവം പണിതെടുക്കുന്നത്? എത്ര പേർക്ക് അറിയണം? നന്നാകാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? സ്വഭാവം നന്നാക്കണം. എങ്ങനെയാണ് ഈ പരിപാടി നടക്കുന്നത്? എങ്ങനെ സ്വഭാവത്തെ പണിതെടുക്കും? റോമാലേഖനം 5:3-4 വചനങ്ങൾ വായിക്കാമോ? അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ആമേൻ. ഇതൊരിത്തിരി സാഡ് ന്യൂസാണ്, പക്ഷെ കേൾക്കാതിരിക്കാൻ സാധ്യമല്ല. എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും സ്വഭാവം മാറുന്നത്? നമ്മുടെ എല്ലാം ചിന്ത ഇതാണ്, നന്നായി പ്രാർത്ഥിച്ചാൽ മാറും, എല്ലാ ദിവസവും വചനം വായിച്ചാൽ മാറും. ഇതൊക്കെ ശരിയാണ്, മാറ്റങ്ങൾ ഉണ്ടാവും, ശരിയാണ്. ദൈവം ശരിക്കും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ലൈനുണ്ട്. ആ ലൈനാണ് നമ്മൾ ഇതിൽ കാണുന്നത്. മഞ്ഞയൊക്കെ നോക്കുക: കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ. 4 കാര്യങ്ങളാണ്. അടുത്ത ഫ്രെയിം ഒന്ന് കാണിക്കാമോ? അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ രൂപീകരിക്കുന്നത്. പ്രൊഡക്ഷൻ ലൈൻ നോക്കിയേ. ഈ വചനപ്രകാരം പൗലോസ് പറയുന്നത്, ശരിക്കുള്ള സ്വഭാവത്തിലേക്ക് വരണമെങ്കിൽ കഷ്ടത, സ്ഥിരോത്സാഹം, സ്വഭാവശ്രേഷ്ഠത, പ്രത്യാശ. ഇങ്ങനെയാണ് പ്രൊഡക്ഷൻ പോകുന്നത്. താല്പര്യമില്ലെന്ന് തോന്നുന്നു. കേട്ടിട്ട് സങ്കടമുള്ള എത്ര പേരുണ്ട്? ദിസ് ഈസ് ദ വേ. ഹലോ, നമ്മിൽ നല്ല സ്വഭാവം പണിതെടുക്കാൻ കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്ന റൂട്ട് ഇതാണെന്ന്. ആദ്യത്തെ എന്താണെന്ന് വായിച്ചേ? കഷ്ടത. ബ്ലെസ്സിങ് ടുഡേയിലും കഷ്ടതയാണ്. ഇവിടെ നോക്കിയേ, നേരെ ഇരിക്കേ, കണ്ണു തുറക്കുക, കാത് തുറക്കുക, എന്നെ നോക്കുക. ചരിത്രത്തിൽ ഒരു മനുഷ്യജീവി അനുഭവിച്ചതിൽ ഏറ്റവും ഭയങ്കരമായത് യേശുവിൻ്റെതായിരുന്നു. ആ യേശുവിനാണ് ഏറ്റവും വലിയ സ്വഭാവ ശ്രേഷ്ഠത. ടെസ്റ്റഡ് ആൻഡ് പ്രൂവൺ. ഇവിടെ ഇരിക്കുന്ന ചിലർ ചിന്തിക്കുക, ഈ ഇരിക്കുന്ന മൊത്തം ജനത്തിൽ ഇതുപോലെ കഷ്ടത അനുഭവിക്കുന്ന വേറൊരു വ്യക്തി ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? മിക്കവാറും കുറച്ച് നാൾ കഴിയുമ്പോൾ, ചില വർഷങ്ങൾ കഴിയുമ്പോൾ, നിനക്കായിരിക്കും ഏറ്റവും നല്ല സ്വഭാവ ശ്രേഷ്ഠതയിൽ വരാനുള്ള സാധ്യത കിടക്കുന്നത്. കുറച്ച് പേര് സ്ലോ ആണ്, കുഴപ്പമില്ല, പതുക്കെ വന്നാൽ മതി, മനസ്സിലാക്കി വന്നാൽ മതി. അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ട്? സാധാരണ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു സൈക്കോളജി, മിക്കവാറും സ്ത്രീകളെല്ലാം പറയുന്നത് എന്നെപ്പോലെ കഷ്ടം അനുഭവിച്ച വേറൊരു സ്ത്രീ ഭൂമിയിലില്ലെന്നാണ്. എല്ലാ സ്ത്രീകളും ഇത് തന്നെ പറയും. അപ്പോൾ ഞാനെന്ത് ചെയ്യും? എല്ലാവരും ഇങ്ങനെ പറഞ്ഞാൽ ഞാനെന്ത് ചെയ്യും? അതാണ് സൈക്കോളജി. കുഴപ്പമില്ല, അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല പണി കർത്താവ് നിന്നിൽ നടത്തട്ടെ. പ്രൊഡക്ഷൻ നോക്ക്, കഷ്ടത. അതോടൊപ്പം അടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് സ്ഥിരോത്സാഹം. കഷ്ടത സഹിച്ചുകൊണ്ടിരുന്നാൽ, കഷ്ടത മാത്രം കൊണ്ടൊന്നും എല്ലാവരും കഷ്ടതയിൽ അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു എന്നാണ്. വലിയ കഷ്ടതകൾ വന്നിട്ട് ദുഷ്ടന്മാരതിൽ നശിച്ചു പോവുക. ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. എന്നാൽ ഒരു ദൈവ പൈതൽ പോലും നശിക്കില്ല. ഞാനാ പറയുന്നത്, കഷ്ടതയുടെ നടുവിൽ നീ വിളിക്കപ്പെട്ടതെങ്കിൽ, നീ ദൈവത്തിൻ്റെ കുഞ്ഞെങ്കിൽ, നീ നശിക്കില്ല, നശിക്കില്ല, നശിക്കില്ല. പകരം നിന്റെ മാറ്റ് കൂടും, ക്വാളിറ്റി കൂടും, വാല്യൂ കൂടും, ഗുണമേന്മ വർദ്ധിക്കും. ഈ 1ാം ക്ലാസ് അതാണ് കേട്ടോ, കഷ്ടതയാണ്. അതിനുശേഷമാണ് പെർസിവിയറൻസ്. ഈ കഷ്ടതയിൽ പിടിച്ചു നിൽക്കണം. കഷ്ടത സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. കഷ്ടത വരുമ്പോൾ കൂട്ടായ്മ വിട്ട് ഓടുന്നവൻ ജീവകിരീടം കിട്ടുമെന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. എല്ലാ കിരീടവും പോവും, ഒരു കിരീടം പോലും ഉണ്ടാവില്ല.
കഷ്ടതയിൽ പിടിച്ചു നിൽക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ആമേൻ, ആമേൻ. ഞാനൊരു കാര്യം പറയാം, ക്രൈസ്തവ സഭ മുളച്ചു വന്നപ്പോൾ അത് കുരുത്തത് തീയിലാണ്, വെയിലത്തല്ല. ക്രൈസ്തവ സഭ സ്ഥാപിച്ച സ്ഥാപകനെ ഏറ്റവും മനുഷ്യത്വരഹിതമായി ക്രൂശിൽ ഈ എക്സ്ക്രൂഷിയേറ്റിംഗ് എന്ന് പറഞ്ഞൊരു വേർഡുണ്ട് ഇംഗ്ലീഷിൽ. അത് വന്നത് ഈ ക്രൂസിഫിക്ഷനിൽ നിന്നാണ്. എക്സ്ക്രൂഷിയേറ്റിംഗ് എന്നുള്ള വേർഡ് പോലും നിലവിൽ വന്നത് ക്രൂശിൽ സഹിക്കുന്ന ആ സഹനം എന്ന ഒരർത്ഥത്തിലാണ് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻ എന്നൊക്കെ പറയുന്നത്. എന്നാൽ ക്രൂശിക്കപ്പെടുമ്പോൾ ഉള്ള വേദന, അതിലൂടെ യേശു പോയത്. ഭൂമിയിൽ ഒരാളും ഇതുപോലെ വേദനയിൽ പോയിട്ടില്ല. അത് ശരീരത്തിൽ മാത്രമാണോ? തലേദിവസം ഗത്സമൻ തോട്ടത്തിൽ വെച്ച് കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. അതിന് തൊട്ടു മുമ്പ് യോഹന്നാൻ 14 കർത്തൃമേശയുടെ സമയത്ത് കർത്താവ് എന്താ പറയുക? നിങ്ങളുടെ ഉള്ളം കലങ്ങരുത്, നിങ്ങളുടെ ഉള്ളം കലങ്ങരുതെന്ന് പറഞ്ഞിട്ട് ഗത്സമൻ തോട്ടത്തിൽ അവൻ്റെ ഉള്ളം കലങ്ങി. എൻ്റെ അർത്ഥം ഈ കലക്കം മുഴുവൻ അവനെടുത്തു. അടുത്തൊരാൾ അടിച്ചിട്ട് പറഞ്ഞു നീ കലങ്ങണ്ടെന്ന് പറ. കർത്താവ് കലങ്ങി. ഇത് എക്സ്ചേഞ്ച് പ്രോഗ്രാമാണെന്നേ. നിങ്ങൾ ഉത്സാഹിക്കുന്നില്ലല്ലോ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഓ മൈ ജീസസ്, എത്ര പേര് യേശുവിനെ സ്നേഹിക്കുന്നു. അപ്പോൾ സഫറിങ്ങിലൂടെ പോയെങ്കിൽ മാത്രമേ ഒരു പെർസിവിയറൻസ് വരൂ, അഥവാ സ്ഥിരോത്സാഹത്തിലേക്ക് വരൂ, അഥവാ നിലനിൽപ്പുണ്ടാകൂ. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇട്ടിട്ട് കൊടുത്ത സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത് മാറ്റിക്കൊള്ളണം. ഇത് അന്ത്യശ്വാസം വരെയുള്ളൊരു പരിപാടിയാണ്. 4 പേര് അല്ലല്ലോ. ഹലോ, ഇത് അന്ത്യശ്വാസം വരെയുള്ള പരിപാടിയാണ്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം ഞാൻ നടത്താൻ ആഗ്രഹിക്കുന്നു. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അന്യഭാഷ പറഞ്ഞുകൊണ്ട് കൈയടിച്ചേ. സ്ഥിരോത്സാഹം കഴിഞ്ഞിട്ട് എന്ത് പറ്റും? അവിടെ അതിന് ശേഷമാണ് സ്വഭാവശ്രേഷ്ഠത വരുന്നത്. അപ്പോൾ കഷ്ടതയെ ബൈപ്പാസ് ചെയ്ത് ആ ക്ലാസ്സിൽ കയറാതെ ആർക്കെങ്കിലും സ്ഥിരോത്സാഹത്തിലോട്ടും പിന്നെ ഈ ക്രിസ്തു സമാനമായ സ്വഭാവശ്രേഷ്ഠതയിൽ വരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ദിസ് ഈസ് ദ പ്രൊഡക്ഷൻ ലൈൻ. ഉൽപ്പാദനം ഇങ്ങനെ നടക്കൂ. റോ മെറ്റീരിയൽ ഇട്ട് കൊടുക്കണം, അടുത്ത സ്റ്റേജ്, അടുത്ത സ്റ്റേജ്, അടുത്ത സ്റ്റേജ്. അതിലിതിൻ്റെ 3ാമത്തെ സ്റ്റേജാണ് ക്യാരക്ടർ, സ്വഭാവശ്രേഷ്ഠത. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യാശയുള്ളൂ, അല്ലെങ്കിൽ ഹോപ്പ്ലെസ് കേസാണ്. ആരും മിണ്ടുന്നില്ല, സഹകരിക്കുന്നില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല. ഹലോ, ഇത് കഴിഞ്ഞാലേ പ്രത്യാശയ്ക്ക് വകുപ്പുള്ളൂ എന്ന്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞേ, കഷ്ടത, സ്ഥിരോത്സാഹം, സ്വഭാവശ്രേഷ്ഠത, പ്രത്യാശ. ഒന്നുകൂടെ റിപ്പീറ്റ്. കഷ്ടത, സ്ഥിരോത്സാഹം, സ്വഭാവശ്രേഷ്ഠത, പ്രത്യാശ. റിപ്പീറ്റ് പ്ലീസ്. കഷ്ടത, സ്ഥിരോത്സാഹം, സ്വഭാവശ്രേഷ്ഠത, പ്രത്യാശ. അതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഈ മലാഖി 3:3 പറയുന്നുണ്ട്, ഞാൻ ഹി വിൽ സിറ്റ് ആസ് എ റിഫൈനർ ആൻഡ് പ്യൂരിഫയർ ഓഫ് സിൽവർ. അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടി കർത്താവ് എങ്ങനെ ഇരിക്കും എന്ന് പറയുന്നത്, വെള്ളി ഊതിക്കഴിക്കുന്നവനെ പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ യേശുവിലേക്ക് വരുമ്പോൾ, പറയാമോ എന്നറിയില്ല, പറഞ്ഞോട്ടെ. ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ യേശുവിലേക്ക് വരുമ്പോൾ ഒരു റിഫൈനറിയിലോട്ട് കയറിയതാണെന്ന് വിചാരിച്ചാൽ മതി. അമ്പലമുകളിലൊരു റിഫൈനറി ഉണ്ട്, പല സ്ഥലങ്ങളിൽ. റിഫൈനറി എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഒരു ശുദ്ധീകരണശാലയാണ്. യേശു ഒരു ശുദ്ധീകരണശാലയാണ്. പരിശുദ്ധാത്മാവ് ഒരു ശുദ്ധീകരണശാലയാണ്. ക്രിസ്തീയ ജീവിതം ഒരു റിഫൈനറിയാണ്. അവിടെ തീയുണ്ട്, പൊള്ളും, പക്ഷെ നീ കത്തിച്ചാമ്പലാവില്ല. പറ
കത്തിപ്പോകുന്നത് എന്താണെന്ന് ഞാൻ പറയാം. മാലിന്യങ്ങൾ മാത്രമേ കത്തിപ്പോകൂ, ഇംപ്യൂരിറ്റീസ് മാത്രമേ കത്തൂ. നീ കത്തില്ല, പകരം പൊന്നുപോലെ പുറത്തു വരും. ഞാൻ ആത്മാവിൽ പറയുന്നു, കഷ്ടത അനുഭവിക്കുന്ന സഹോദരിമാരെ, സഹോദരന്മാരെ, പ്രശ്നങ്ങളുടെ തീച്ചൂളയിൽ പോകുന്നവരെ, നീ കത്തുകയില്ല. നാലാമൻ നിന്റെ കൂടെ ഇരിക്കും. എന്നിട്ട് നിന്റെ അശുദ്ധി കത്തി പൊന്നുപോലെ പുറത്തു വരും. അങ്ങനെ പൊന്നുപോലെ പുറത്തു വന്നാൽ നിന്നെ ആളുകൾ ചിലപ്പോൾ തങ്കം എന്നൊക്കെ വിളിക്കും. എന്ത് വിളിക്കും? എന്ത് വിളിക്കും? അങ്ങനെയാണ് പേരുകളൊക്കെ വന്നത്. തങ്കമ്മ, തങ്കപ്പൻ. റിഫൈനറി പോയ ആരാകും? തങ്കമ്മയും തങ്കപ്പനും ആവും. അടുത്ത ആളോട് പറഞ്ഞു കൊടുക്കരുത്. ഇതൊക്കെ വലിയ വെളിപ്പാടുകളാണ്. ഈ തങ്കമ്മയാകും അല്ലെങ്കിൽ തങ്കപ്പനാകും. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ വെളിപ്പാട്. ഹല്ലേലൂയ. ഇനി എങ്ങനെയാണ് ഈ പരിപാടി നടക്കുന്നതെന്നും കൂടി കേൾക്കണമെന്നുണ്ടെങ്കിൽ പറയാം. എത്ര പേർ കേൾക്കണം? The primary tools God uses to build character. ഈ സ്വഭാവം പണിയാൻ വേണ്ടി കർത്താവ് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്താണെന്ന് പറയാൻ പോകും. പണിയായുധങ്ങൾ. എന്നിട്ട് ചിലരുടെ മുഖം കണ്ടിട്ട് പറയാൻ തോന്നുന്നില്ല. കാരണം ചിലരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്, ഇരിപ്പെങ്ങനെയാണെന്ന് ഞാൻ പറയാം. മനപ്രയാസമുള്ള ഒന്നും കേൾക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കൂടിയതൊന്നും പറയരുത് എന്ന രീതിയിലാണ് ചിലരുടെയൊക്കെ മുഖഭാവം. പറഞ്ഞില്ലെങ്കിൽ ഞാൻ കുറ്റവാളിയുമാവും. എൻ്റെ അവസ്ഥ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചല്ലോ. കർത്താവ് സ്വഭാവം പണിതെടുക്കാൻ വേണ്ടി പ്രാഥമികമായി ഉപയോഗിക്കുന്ന പണിയായുധങ്ങൾ പറയാൻ പോവാം. പിടിച്ചിരിക്കുക, കസേരകളൊക്കെ പിടിച്ചിരുന്നു. നമ്പർ 1, ട്രയൽസ് ആൻഡ് ഡിഫിക്കൽട്ടീസ്. പരീക്ഷണങ്ങളും വൈഷമ്യങ്ങളും. എന്തൊക്കെയാ? വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പേടിയുള്ളത് സ്പോർട്സ് ഡേ അല്ല, ആനുവൽ ഡേ അല്ല, പിന്നെന്താണ്? പരീക്ഷയാണ്. എക്സാം ഡേയിലാണ് പേടി. ദൈവമക്കൾക്കും അങ്ങനെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇത് ഒഴിവാക്കാൻ പറ്റുമോ? ക്ലാസ് കയറ്റം വേണമെങ്കിൽ പരീക്ഷ എഴുതണം, പ്രമോഷൻ വേണമെങ്കിൽ പരീക്ഷ എഴുതുകയും വേണം. പക്ഷെ അതിന് മുമ്പുള്ള പെരുമ്പറ ഓർക്കുന്നുണ്ടോ? പരീക്ഷ പനി, പരീക്ഷ പേടി, പരീക്ഷയുടെ സമയത്ത് വരുന്ന ലൂസ് മോഷൻ ഓർമ്മയുണ്ടോ? പരീക്ഷ സമയത്ത് ഒരു വയറുവേദന, ചില പിള്ളേർ വിക്സൊക്കെ എടുത്ത് വയറ് മൊത്തം തേക്കുക. പരീക്ഷ. പക്ഷേ ഇതിലൂടെയാണ് പ്രമോഷൻ വരുന്നത്. വായിക്കാൻ, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അതാശേഷം സന്തോഷമെന്നാണ്. എക്സാം എല്ലാം സന്തോഷമായിട്ട് എണ്ണിക്കൊള്ളാൻ. ഓ, പരീക്ഷയെല്ലാം ഖുഷി ഭയങ്കര സന്തോഷമായിട്ടങ്ങ് എണ്ണിക്കൊള്ളാൻ. ഇതാരാ പറയുന്നതെന്നറിയോ? യേശുവിനോടൊപ്പം കളിച്ച് വളർന്ന ഒരാളാണ്. ഒറ്റ വീട്ടിൽ. ഇതിനുശേഷം വേറൊരു പുള്ളിയുണ്ട്, യൂദായുടെ ലേഖനം. യേശുവിന് ഒറ്റക്കെടുത്ത യൂദ എഴുതിയതല്ലത്. പിന്നെ ആരായിരുന്നു? അതും ഒരു സഹോദരനാണ്. ഒരു വീട്ടിൽ നിന്നും ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും യേശുവിൻ്റെ 2 ബ്രദേഴ്സ്, ശരിക്കും പറഞ്ഞാൽ ഹാഫ് ബ്രദേഴ്സ്, ലേഖനങ്ങൾ എഴുതി. 1 യാക്കോബ് 2 യൂദ. ബൈബിൾ എഴുതാൻ വരെ ഒരിക്കലും അവിശ്വാസികളായിരുന്ന യേശുവിൻ്റെ മിനിസ്ട്രിയുടെ പീക്കിൽ നിൽക്കുമ്പോൾ ഇവരെല്ലാവരും കൂടി ചെന്നിട്ട് എന്ത് ചെയ്തു? യേശുവിനെ അറസ്റ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാൻ. ഇവന് ഭ്രാന്താണ്, ഞങ്ങൾ അവനെ വീട്ടിൽ കൊണ്ടുപോകാമെന്നാണെന്ന് എഴുതിയിട്ടുണ്ട്, മർക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട്. ആ പുള്ളി ഇപ്പോൾ ലേഖനം എഴുതി. ദൈവരാജ്യം തിരിമറികളുടെ രാജ്യമാണ്. ആരെങ്കിലുമൊക്കെ എതിർത്ത് നിന്ന് കർത്താവ് എടുത്തങ്ങ് തിരിച്ചു. ഇന്നും അത് നടക്കുന്നു. പലരെയും കർത്താവ് തിരിച്ച് മറിക്കാൻ പോകും. അടിക്കേ, രൂപാന്തരങ്ങൾ സംഭവിക്കട്ടെ, ക്യാരക്ടർ മാറട്ടെ, സ്വഭാവം മാറട്ടെ, പ്രയോറിറ്റികൾ മാറട്ടെ. മുമ്പ് വിലയേറിയതായി എണ്ണിയിരുന്ന പലത് ഇപ്പോൾ ഒരു വിലയില്ല. ഇപ്പൊ എനിക്ക് കർത്താവിനെ മതി എന്നാ പറയുന്നത്. പണ്ട് പലതിൻ്റെയും പുറകെ ഓടിയവർ
ഇന്ന് എന്താ പറയുന്നത്? ഞാൻ എൻ്റെ പ്രാണനെ പോലും വിലയേറിയതായി എണ്ണുന്നില്ല. പിന്നല്ലേ എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കുക കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ. അടുത്തത് എന്നറിഞ്ഞ ശേഷം അത് അശേഷം സന്തോഷമുണ്ട്. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഞാൻ എന്താ പറഞ്ഞു വരുന്നത്? ഒന്നാമത് കർത്താവ് ഉപയോഗിക്കുന്ന ആയുധം എന്താണ്? കഷ്ടതകൾ, പരീക്ഷണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടി ഉപയോഗിക്കും? സ്വഭാവം റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുമെന്ന്. അങ്ങനെ കർത്താവ് കുറേ കഷ്ടത കൂടി താ എന്ന് പറഞ്ഞുകൊണ്ട് ആരും പ്രാർത്ഥിക്കണം, അത് വന്നോളും, അത് വഴിക്ക് വന്നോളും, ആരും അതിനുവേണ്ടി അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ചില സന്യാസ സമൂഹങ്ങളിലും അതുപോലെ ചില ഡിനോമിനേഷനിലൊക്കെ പ്രാർത്ഥനയുണ്ട്, കഷ്ടത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയുണ്ട്. അത് വേണ്ട. അടുത്ത ആളുടെ പറ വന്നോളൂ എന്ന് പറ, അത് വന്നോളൂ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. ഭൂമിയിലുള്ള എല്ലാവർക്കും ഇതുണ്ടെന്നുള്ളതാണ്. അവിശ്വാസിയായാലും വിശ്വാസിയായാലും ഉണ്ടാവും. പിന്നെ അത് ഉപകരിക്കുന്നത് ആർക്ക് മാത്രമേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും പൊതുവേ ഒരു സംഭവമുണ്ട്. പിന്നെ കോഴ്സിൽ ചേർന്നവർക്ക് സിലബസിൽ സ്പെഷ്യലായിട്ടും കൂടി കുറച്ചുണ്ടെന്ന് വിചാരിച്ചാൽ മതി. മനസ്സിലായില്ല? എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കരുത്. ഓഹോ ഹല്ലേലൂയ. കാരണം കർത്താവ് റിക്രൂട്ട്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ കർത്താവ് പറഞ്ഞു, എൻ്റെ പുറകെ മക്കളെ നീ ഡിസൈപ്പിൾ ആകാൻ വരുവാണെങ്കിൽ ആ സാധനം എടുത്ത് തോളത്തോട്ട് വെച്ചോളാൻ പറഞ്ഞു. എന്ത് സാധനം? ക്രൂശ് എടുത്ത് തോളത്തോട്ട് വെച്ചോ. ഞായറാഴ്ച ക്രൂശ് എടുത്ത് തോളത്ത് വെച്ച് നടക്കട്ടെ. ആമേൻ പറ. ഈ പാസ്റ്റർക്ക് എന്ത് മണ്ടത്തരവും പ്രസംഗിക്കാൻ സഹിതപതറെ, എന്ത് പ്രസംഗിച്ചാലും ആമേൻ തരുന്നൊരു ജനവിഭാഗം കൂടെ ഉള്ളപ്പോൾ എന്തിനു വിഷമിക്കുന്നു? എങ്ങനെയാണ് പറഞ്ഞത്? നാൾതോറും. ഞായറാഴ്ച തോറുമാണോ? നാൾതോറും. അപ്പോൾ നാളെ എന്തെങ്കിലും വന്നാൽ കർത്താവേ നിന്നെ സ്നേഹിച്ചിട്ട് എന്താ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങോട്ട് ഇടരുത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിർത്ത്. മുകളിലോട്ട് നോക്ക്. കർത്താവ് ഞാൻ എല്ലാം പിൻവലിച്ചിരിക്കുന്നു എന്ന് പറ. ചോദ്യങ്ങളെല്ലാം പിൻവലിച്ചെന്ന് പറ. എത്ര പ്രാവശ്യം കർത്താവിനെ കുറ്റവാളിയാക്കി. കർത്താവ് കാര്യം നല്ല ഉദ്ദേശത്തിലാണ് പലതും ചെയ്തത്, ചിലതൊക്കെ അനുവദിച്ച് നല്ല ഉദ്ദേശത്തിലാണ്. പക്ഷേ നമ്മളെന്ത് ചെയ്തു? കർത്താവിനെ തെറ്റിദ്ധരിച്ചു. അടുത്ത ആളെ ഒന്നുകൂടി തൊട്ടിട്ട് പറ, ഷോർട്ട് കട്ടില്ല എന്ന് പറ. രണ്ടാമത്തേതാണ് റിലേഷൻഷിപ്സ്. ഇതൊരു ഭയങ്കര സംഭവമാണ്. റിലേഷൻഷിപ്സ്, ബന്ധങ്ങളിലൂടെ സ്വഭാവ രൂപീകരണം നടക്കും. നമ്മുടെ സ്വഭാവം വെളിപ്പെടുന്നത് എവിടെയാണ്? ബന്ധങ്ങളിലാണ്. അത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് കുടുംബത്തിനകത്താണ്. അവിടെയല്ലേ ഏറ്റവും അടുത്ത ബന്ധം, ഏറ്റവും ഉറ്റ ബന്ധം എവിടെ നടക്കുന്നത്? കുടുംബത്തിനകത്താണ്. മുള്ളമ്പന്നിയെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? How many you can hug a porcupine? Hugging the porcupine എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിളുണ്ട്. എത്ര പേർക്ക് പറ്റും? മുള്ളമ്പന്നിയെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ചിലക്കൊന്നും അർത്ഥം മനസ്സിലായില്ല. ഒരാൾക്ക് മനസ്സിലായി. താങ്ക് യു. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. വെളിപ്പാടുകളുടെ ആധിക്യം ചിലർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതായത് ചിലരൊക്കെ മുള്ളമ്പന്നിയുടെ സ്വഭാവമാണ്. എങ്ങനെ സ്നേഹിക്കും, എങ്ങനെ കെട്ടിപ്പിടിക്കും. ഒന്നുകിൽ മുള്ളൂരണം, അല്ലെങ്കിൽ നീ രക്തമൊലിക്കണം. ഇനി കർത്താവ് ചെയ്യുന്ന പരിപാടി കേട്ടോ, കൂർത്ത മുനകളുള്ള 2 കല്ലുകൾ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അതിനൊരു പെബിളാക്കി മാറ്റി ഇതിനെ തമ്മിൽ അങ്ങ് ഉരക്കുമ്പോഴുള്ള ഗുണം എന്താ? ഒന്നിൻ്റെ അല്ല 2ൻ്റെ മുന പോവുക. സ്തോത്രം പറഞ്ഞ് കൈയടിക്ക്.
ദൂത് സ്വീകരിച്ച് കൈയടിക്ക്, വെളിപാട് സ്വീകരിച്ച് കൈയടിക്ക്. നമ്മുടെ ജീവിതത്തിൽ വളരെ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന, പ്രകോപിപ്പിക്കുന്ന പല ക്യാരക്ടേഴ്സും വീടിനകത്ത് കാണും. ചിലപ്പോൾ മക്കളിലായിരിക്കും, ചിലപ്പോൾ സ്വന്തം ജീവിത പങ്കാളിയാകാം, അല്ലെങ്കിൽ ബാക്കി പറയണ്ടല്ലോ, ഞാൻ ബ്രാക്കറ്റിൽ പറഞ്ഞാൽ മതി. വിഷമം ഉണ്ടാക്കുന്ന ക്യാരക്ടേഴ്സ് ജീവിതത്തിലുണ്ടെങ്കിൽ അതെന്താണത്? അതൊരു അരമാണെന്ന് വിചാരിച്ചാൽ മതി. നിന്നെ ഒന്ന് രാഗി ശരിയാക്കി നിൻ്റെ മുനകളൊക്കെ ഒന്ന് റെഡിയാക്കാനുള്ള അരമാണെന്ന് വിചാരിച്ചാൽ മതി. അരയെന്നുമല്ല, അരമാണ്. ഉരക്കട്ടെ, ഒരച്ച് ചിലപ്പോൾ അത് 30 വർഷം ഉരച്ച് 45 വർഷമൊക്കെ ഉരച്ച് കഴിയുമ്പോൾ ഏകദേശമൊക്കെ പരുവത്തിലായി തീരും. അടുത്ത ആളോട് പറയാം, ഷോർട്ട് കട്ടില്ല, ക്രാഷ് കോഴ്സ് ഇല്ല. ചിലതൊക്കെ ഉണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് 3 മാസം കൊണ്ട് സായിപ്പന്മാർ പറയുന്നതിനേക്കാൾ നന്നായി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ക്രാഷ് കോഴ്സ് 3 മാസം. ഇപ്പോൾ AI വരെ രംഗത്ത് വന്നിരിക്കുന്നു ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ. ഇത് പരിപാടിയല്ല. പെട്ടിയിൽ കയറുന്നത് വരെ ഉര നടക്കും. ചിലരിപ്പോൾ എന്നെ ഒറ്റക്ക് കിട്ടിയ വല്ലതും ചെയ്യുമെന്ന് വരെ എനിക്ക് പേടിയുണ്ട്. പക്ഷെ ഇത് വചനമാണ്. അപ്പോൾ പ്രധാനമായി 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്നെന്താണ്? ജീവിതത്തിൽ വരുന്ന ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്, ഭയങ്കരമായ പ്രശ്നങ്ങൾ. ഇതിലൂടെ എന്ത് നടക്കും? നമ്മുടെ ജീവിതത്തിൻ്റെ സ്വഭാവത്തെ. ഒരു കാര്യം ഞാൻ പറയാം. 12 വയസ്സുണ്ടായിരുന്നപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ആ പക്വതയല്ല ഇന്ന് നിങ്ങൾക്കുള്ളത്. എങ്ങനെ ഇത് വന്നു? ഒത്തിരി ഭാരം പിടിച്ച കാര്യങ്ങളും ഉത്തരവാദിത്വം പിടിച്ച കാര്യങ്ങളും ഒറ്റപ്പെടുത്തലുകളും എല്ലാം കണ്ട് അനുഭവിച്ച് ഇപ്പം എന്ത് വന്നു? ഒരു കാര്യം മനസ്സിലായി, ഇതൊക്കെയാണെങ്കിലും ദൈവം നല്ലവനാണ്, ദൈവം എന്നെ നടത്തും. അങ്ങനെ അങ്ങ് ആശ്വസിക്കാൻ തുടങ്ങി. പഴയതിനേക്കാൾ ഒരു മെച്യൂരിറ്റി വന്നു. ഇതല്ലാതെ കുറേ പുസ്തകം വായിച്ചാലൊന്നും ഇത് വരാൻ പോകുന്നില്ല. അനുഭവിച്ച് തന്നെ പോകണം. ഞാനിവിടെ നിൽക്കാൻ കാരണം അതുപോലെ ചെറുപ്പകാലം മുതൽ സാധാരണ ബാലന്മാർ എൻ്റെ പ്രായത്തുള്ളവർ അനുഭവിച്ചതിനേക്കാളൊക്കെ കൂടുതൽ കൃപയാൽ അനുഭവിക്കാൻ കർത്താവ് എന്നെ അനുവദിച്ചു. അതുകൊണ്ടാണ് ഈ പാതയിൽ നിൽക്കുന്നത്. ഇതൊക്കെ പറഞ്ഞു തരാൻ. അല്ലെങ്കിൽ ഞാൻ വേറെ വല്ല വഴിക്ക് പോയേനെ. എല്ലാവർക്കും ആശ്വാസത്തിനായി ഞാൻ പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു വിഷമഘട്ടവും വേസ്റ്റല്ല. നിങ്ങളുടെ വേദനകൾ വേസ്റ്റാവില്ല, നൊമ്പരങ്ങൾ വേസ്റ്റാവില്ല. അയ്യോ ഇത് ഹൃദയത്തിൽ ചങ്കിലേറ്റേ പറ്റൂ. നിങ്ങൾ കടന്നു പോകുന്ന പാതകളിൽ ഒന്നും വേസ്റ്റാവില്ല. കഴിഞ്ഞ ദിവസം നമ്മളൊരു റീൽ ഇറക്കിയിരുന്നു. ഞങ്ങളവിടെ ടർക്കിയിലായിരുന്ന സമയത്ത് നിങ്ങൾ കണ്ടോയെന്നറിയില്ല. ഒരു ടണൽ എക്സ്പീരിയൻസ് ജീവിതത്തിൽ വന്നാൽ, ഇന്നലെ ഞാൻ എന്തോ ഇറങ്ങിയത്. എത്ര പേര് ബ്ലെസ്സിങ് ടുഡേ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നുണ്ട്? ഫോളോ ചെയ്തേ പറ്റൂ, നിർബന്ധമാണ്. കാരണം അതിലൂടെ ഒത്തിരി നറിഷ്മെൻ്റ്, നുറുങ്ങുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ വിശ്വാസത്തെ പണിയാനുള്ളതാണ്. ഒരു ടണൽ ഇരുട്ടിലൂടെ പോയാൽ നമുക്കിത് വേസ്റ്റ് അല്ല. എന്തുകൊണ്ട്? നീ എന്നോട് കൂടി ഇരിക്കുന്നു. കുഞ്ഞെ, ഇരുട്ടിലും ദൈവ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയും. ഇരുട്ട് പോലും അവന് മറവല്ല. രാത്രി അവൻ്റെ കണ്ണിൽ പകൽ പോലെ പ്രകാശിക്കുന്നു. ദൈവമക്കളുടെ ജീവിതത്തിലുള്ളത് ഒന്നും പാഴല്ല. അതുകൊണ്ടാണ് റോമാലേഖനം 8:28 പറഞ്ഞിരിക്കുന്നത്, സകലവും അവൻ നിന്റെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ. ഐ എം സോറി, ഞാൻ ഫുൾ ചാർജ് ആയിട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഫുൾ ചാർജിലാണ് നിൽക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ബന്ധങ്ങളിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇവിടുന്ന് പോകാം. സദൃശവാക്യങ്ങൾ 27:17 പറയുന്നത്, ആസ് അയൺ ഷാർപ്പൻസ് അയൺ, so one person sharpens another.
ഇരുമ്പിനെ മൂർച്ച കൂട്ടുന്നു, മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. ഇതാണ് ബന്ധങ്ങളിലൂടെയുള്ള ഒരാൾ മറ്റൊരാളെ എന്ത് ചെയ്യുന്നു? ഷാർപ്പൻ ചെയ്യുന്നു. അതുപോലെയാണ് മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നത് പോലെ എന്ത് ചെയ്യുന്നു? ഇരുമ്പ് നേരത്തെ പറഞ്ഞ അരം, ഒരു കത്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാള്, ഇതിനു വേണ്ടി അരമിട്ടാണ് അത് രണ്ടും ഇരുമ്പാണ്. പക്ഷെ ഉരച്ച് വരുമ്പോൾ വാളിൻ്റെ മൂർച്ച അങ്ങ് ഭയങ്കര ഷാർപ്പാവും. വീശിയാൽ മതി, ഇത് താഴെ കിടക്കുന്നു. ഇതുപോലെ ഷാർപ്പൻ ചെയ്യാൻ നിങ്ങളുടെ ബന്ധങ്ങളിൽപ്പെട്ട, നിങ്ങൾക്ക് ഇന്നുള്ള ബന്ധങ്ങളിലെ പലരെ ഉപയോഗിക്കും. ഇനിയാണ് കഥ പറയാൻ പോകുന്നത്, കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും നൊമ്പരം നൽകുന്ന വ്യക്തി, ഇപ്പോൾ ചിലരൊക്കെ മുമ്പിൽ വന്ന് നിന്നല്ലേ, ആരോടും പറയണ്ട, അവരെയാണ് കർത്താവ് നിൻ്റെ മുനകൾ മാറ്റാൻ, പക്വത കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൈകൾ ഉയർത്തി അവർക്കായി സ്തോത്രം പറഞ്ഞോ. ഹല്ലേലൂയ, സ്തോത്രം പറഞ്ഞോ. നിങ്ങൾ ഇന്ന് വരെ കാണാത്ത സിംബാബ്വേയിലുള്ള ഒരാളെ അല്ല നിങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ ഉപയോഗിക്കുന്നത്. വീടിനകത്ത് തന്നെ കാണും, അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ ഇരിപ്പുണ്ട് ആള്, നിങ്ങളുടെ ജോലി സ്ഥലത്ത് ആളിരിപ്പുണ്ട്, അയാളെ വെച്ചാണ് ഉരക്കുന്നത്. ചിലർ ഇരിപ്പുകൊണ്ടിട്ട് ഇത് പ്രശ്നമാണെന്ന് തോന്നുന്നു. എല്ലാം പിൻവലിക്കേണ്ടി വരുമോ? ഞാൻ പിൻവലിക്കില്ല, നിങ്ങൾ പറഞ്ഞാലും പിൻവലിക്കില്ല. കാരണം ഇത് വചനമാണ്, മാറ്റമില്ല. നിങ്ങളെ കർത്താവ് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ, ചില വ്യക്തികളുമായുള്ള ഇൻറ്ററാക്ഷൻസ്, ഇതിലൂടെ എല്ലാം കർത്താവ് ഈ കഥാപാത്രത്തെ പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക്. 5 വർഷത്തിന് മുമ്പ് നിങ്ങളെന്തായിരുന്നു? അതല്ല ഇന്ന് നിങ്ങളിപ്പോൾ. അതിനുവേണ്ടി കുത്താനും ഉരക്കാനും ചിലരൊക്കെ കർത്താവ് ഉപയോഗിക്കുന്നത് സാൻഡ് പേപ്പറായിട്ടാണ്. വലിയ കട്ടികൾ കോർത്ത് വെച്ച് ആദ്യം ഉരച്ചു, ഭയങ്കര ഷാർപ്പായിട്ടുള്ള കുറേ പോയി. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും വെച്ചിട്ട് പിടിപ്പിച്ചു. ഇപ്പോൾ ഈ എമരി പേപ്പറും സാൻഡ് പേപ്പറൊക്കെ അതിനൊരു നമ്പറുണ്ട് അല്ലേ, മറന്നുപോയി. ഏറ്റവും അവസാനം ഫൈനായിട്ടുള്ളൊരു സാധനമുണ്ട്, അത് വരെ കഴിഞ്ഞിട്ടേ കർത്താവ് ഇവിടെ നിന്ന് കൊണ്ടുപോകുള്ളൂ. അത് ഉരക്കാൻ വരെ ആളെ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണിയാൻ വേണ്ടി കർത്താവ് പ്രധാനമായി ഒത്തിരി ഉണ്ട്. രണ്ട് പോലും നിങ്ങൾക്ക് താങ്ങാനുള്ള ശക്തിയില്ല. 2 പറഞ്ഞു. എന്തൊക്കെയാണത്? കഷ്ടതകൾ, പരീക്ഷണങ്ങൾ ഒരു കാറ്റഗറി. രണ്ടാമത്തത് എന്താണ്? ബന്ധങ്ങൾ. ഞാൻ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല, അത് പ്രശ്നമായി മാറും. 3, ദ മാർക്സ് ഓഫ് മച്യൂർ ക്യാരക്ടർ. ഒരാൾ പക്വതയായാൽ, ഇങ്ങനെ ഇതിന് പറയുന്നത്, പക്വതയാർന്ന സ്വഭാവത്തിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ പത്രോസ് ശ്ലീഹ 2 പത്രോസ് 1:5-8 വരെ, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹം കഴിച്ച് വീര്യത്തോട്, പരിജ്ഞാനത്തോട്, ഇന്ദ്രിയജയത്തോട്, സ്ഥിരതയോട്, ഭക്തിയോട്, സഹോദരപ്രീതിയോട്. അടുത്തൊരു ചെയിൻ കണ്ടോ? ഇവിടെ പ്രൊഡക്ഷൻ ലൈൻ കണ്ടോ? എല്ലാ ദിവസവും രാവിലെ ഒരു സങ്കീർത്തനവും ഒരു സദൃശ്യവാക്യവും, വൈകിട്ട് പുതിയ നിയമത്തിൽ നിന്ന് 5 അധ്യായം. ഇത് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്ത് ജീവിച്ചാൽ പോരാ, ഇത് ചെയ്തോളാം. ഇതാണ് ഹോംവർക്ക്. എന്താണ് അവിടെ? ഫെയ്ത്ത്, ഗുഡ്നെസ്, നോളജ്, സെൽഫ് കൺട്രോൾ, പെർസിവിയറൻസ്, ഗോഡ്ലിനെസ്, മ്യൂച്വൽ അഫെക്ഷൻ, ലവ്. വിശ്വാസം, നന്മ, പരിജ്ഞാനം, ഇന്ദ്രിയജയം, സ്ഥിരോത്സാഹം, ദൈവഭക്തി, സഹോദരപ്രീതി, സ്നേഹം. ചുരുട്ടിലേക്ക് നടക്കുന്ന പക്വതയുടെ ശ്രേണിയാണ് ഇവിടെ ഈ ആരോമാർക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഇനി ഭാവിയിലോട്ട് നീട്ടി പറയാം. പക്വത വന്ന ഒരാളെ എങ്ങനെയാണ് അറിയാവുന്നത്? അയാൾക്ക് എന്തെല്ലാം ഉണ്ടായിരിക്കും? നമ്പർ 1, ഹ്യൂമിലിറ്റി. എന്താണ്? താഴ്മ. ഒത്തിരി അഹങ്കരിച്ച് സംസാരിക്കുന്ന, അഹങ്കാര ചുവയോടെ സംസാരിക്കുന്ന ഒരാളെ കണ്ടാൽ ഉള്ളിൽ എന്ത് പറയണം? നേരെ പറയരുത്. നിങ്ങളുടെ ഉള്ളിൽ എന്ത് പറയണം?
ഉള്ളിൽ എന്ത് പറയണം? മെച്യൂരിറ്റി ആയിട്ടില്ല. ഉള്ളിൽ പറഞ്ഞാൽ മതി, പക്വതയായിട്ടില്ല. അപ്പോൾ ദൈവമക്കൾ സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം? താഴ്മയോടെ സംസാരിക്കണം. ഉള്ളിൽ അഹങ്കാര ചിന്തകൾ വന്നാലും വാ കൊണ്ട് പറയാതിരിക്കും. നാട്ടുകാരെ എന്തിനാണ് അത് അറിയിക്കുന്നത്? ഹലോ, സെൽഫ് പ്രൊമോഷൻ, ഉയർത്തി ബ്രാഗ് ചെയ്ത് ബൂസ്റ്റ് ചെയ്തൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ എല്ലാവരിലും കാണും കുറച്ചൊക്കെ, പക്ഷെ അത് കുറച്ച് കൊണ്ടുവരണമെന്നാണ് ഞാനീ പറയുന്നത്. താഴ്മയോടെ സംസാരിക്കും. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 3-4 വചനങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തേതാണ് സെൽഫ് കൺട്രോൾ അഥവാ ആത്മനിയന്ത്രണം. സദൃശ്യവാക്യങ്ങൾ 25-28 വായിക്കാമോ? ആത്മസംയമനമില്ലാത്ത പുരുഷൻ മതിൽ ഇല്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. പണ്ട് കാലത്ത് ഒരു പട്ടണത്തിന് മതിലില്ലെങ്കിൽ എന്ത് സംഭവിക്കാം? എത്ര വലിയ, അതുകൊണ്ടാണ് ഈ യെരിഹോ മതിലിൻ്റെയൊക്കെ ഭിത്തിയെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ പ്രസംഗിക്കുന്നത്. കാരണം ആക്രമണവും സംഭവിക്കും. സെൽഫ് കൺട്രോൾ ഇല്ലെങ്കിൽ, ആത്മനിയന്ത്രണം, എന്നെ തന്നെ എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു ആത്മാവിൻ്റെ ഫലമാണ്. എന്തും സംഭവിക്കാം. ഒരിക്കലൊരു സർജൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഓപ്പറേഷൻ ചെയ്യുന്നയാൾ തൻ്റെ ജീവിതത്തിൽ, തൻ്റെ കുടുംബജീവിതത്തിലൊക്കെ ഭയങ്കര പ്രശ്നം വന്നിട്ട് വളരെ ഇമോഷണലി ഡിസ്റ്റർബ്ഡാണിത്. അതിൽ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് ചെന്നപ്പോൾ താൻ എന്ത് ചെയ്തെന്നറിയാമോ? തൻ്റെ അകത്തുള്ള വിഷമങ്ങളും വേദനകളും, ഒരുപക്ഷെ ഭാര്യയായിട്ടുള്ള പ്രശ്നം, മക്കളുമായിട്ടുള്ള പ്രശ്നം, എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം മനഃപൂർവ്വം അങ്ങ് മറന്നു. കാരണം താൻ തൻ്റെ സർജിക്കൽ നൈഫ് എടുത്ത് കൈകാര്യം ചെയ്യാൻ പോകുന്നത് വിലപ്പെട്ടൊരു ജീവനെയാണ്. അതുകൊണ്ട് തൻ്റെ ഇമോഷണലായിട്ടുള്ള പരിപാടിയെല്ലാം താനങ്ങ് മാറ്റിവെച്ചിട്ട് സെൽഫ് കൺട്രോളോടുകൂടെ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് എന്ത് ചെയ്തു? ഹലോ, ഈ സർജറി നടത്തി. ഇതാണ് എന്ത്? ആത്മനിയന്ത്രണം എന്ന്. അപ്പോൾ പറ്റുമോ? പറ്റും. എന്തറിഞ്ഞാൽ മതി? ഞാൻ കൈകാര്യം ചെയ്യുന്ന വിലപ്പെട്ടൊരു ജീവനാണെന്ന് ഓർത്താൽ മതി. ശുശ്രൂഷകരോട് ഞാൻ പറയുന്നു, പേഴ്സണൽ ലൈഫിലൊക്കെ പല പ്രശ്നങ്ങളും കാണും, പക്ഷേ ആളുകളുമായി ഇടപെടുമ്പോൾ അതങ്ങ് മാറ്റിവെച്ചേക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? വിലപ്പെട്ടൊരു ജീവനാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ശുശ്രൂഷരെങ്കിലും ഒരു ആമേൻ പറ. ആ സമയത്ത് നമ്മുടെ വേദനകളും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റിവെക്ക്. അത് മൊത്തം അവിടെ കൊണ്ട് ചൊരിയണ്ട. മൂടില്ലാതിരിക്കുന്നൊരു ദിവസം എന്നാൽ ഹൗസ് വിസിറ്റ് പോയില്ലെങ്കിലും കുഴപ്പമില്ല, കുറേ ആത്മാക്കളെ സഭയിൽ നിന്ന് കളയാതിരുന്നാൽ മതി. പക്ഷേ അഭ്യസിക്കണം. ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് ശുശ്രൂഷിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വ്യക്തിപരമായി ഒരു പ്രശ്നമില്ലെന്നാണ് ചിന്തിക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നമുണ്ട്, ഞങ്ങളുടെ പ്രശ്നമുണ്ട്, എല്ലാം ഉണ്ട്. അത് ആ കറുത്തൊരു കേട്ടൻ കണ്ടോ, അതിൻ്റെ പുറകിലിട്ടിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം? ശുശ്രൂഷകരും മനുഷ്യരാണ്. അവർക്ക് വേദനകളുണ്ട്, അവർക്ക് നൊമ്പരങ്ങളുണ്ട്, അവർക്ക് പ്രശ്നങ്ങളുണ്ട്, അവർക്ക് ഭാരങ്ങളുണ്ട്. പക്ഷെ വിലയേറിയ ജീവനുകളെ കൈകാര്യം ചെയ്യുമ്പോൾ ആത്മനിയന്ത്രണത്തോടുകൂടി അതെല്ലാം മാറ്റിവെച്ച് കർത്താവെ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ശുശ്രൂഷ വരുന്നത്. അത് പഠിക്കണം. കയ്യിലടിക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞ് സ്വീകരിക്കുക. അടുത്തത് ഇൻറ്റഗ്രിറ്റി, അതായത് പക്വതയുള്ള ഒരാളെ എങ്ങനെ മനസ്സിലാക്കാം? 1 താഴ്മ, 2 സെൽഫ് കൺട്രോൾ, 3 വായിക്കാമോ? പരമാർത്ഥത. ഇൻറ്റഗ്രിറ്റി അതെന്താണത്? വായിച്ചേ. പരമാർത്ഥത, എല്ലായിടത്തും എല്ലാ സാഹചര്യങ്ങളിലും ഒരേ വ്യക്തിത്വം. ദ സെയിം പേഴ്സൺ ഇൻ എവറി റൂം എന്നാണ് അതിനെ പറയുന്നത്. സഭയിൽ ഒരു മുഖം, ജോലി സ്ഥലത്ത് വേറൊരു മുഖം, വീട്ടിൽ വേറൊരു മുഖം ആകരുത്. എല്ലായിടത്തും ഒരേ മുഖം കാണിക്കണമെന്ന്. അതാണ് ക്യാരക്ടർ.
പ്രാർത്ഥിക്കുക. കർത്താവ് തരണേന്ന് പറ. അപ്പോൾ കർത്താവ് ആ വഴിക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകും. എനിക്ക് എല്ലായിടത്തും ഒരുപോലെ. ഞാൻ പറയും, പൊയ്മുഖങ്ങൾ വേണ്ട. മാസ്ക് കൊറോണ കാലത്ത് ഉപയോഗിച്ച് അത് മതി, ഇനി വേണ്ട. എന്ന് വെച്ചാൽ മാസ്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ മുഖം മൂടി വേണ്ട. ഇവിടെ വരുമ്പോൾ ഭയങ്കര ഭക്തി ഇല്ലേ? പണ്ട് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? സഭയിൽ വരുമ്പോൾ കന്യകമറിയ, പുറത്ത് ചെല്ലുമ്പോൾ കമ്പോളമറിയ ആകരുത്. അകത്തും പുറത്തൊക്കെ ഒരു ഫേസ് മതി. പറഞ്ഞ ഞാൻ ദൈവ പൈതലാണെന്ന് പറ. എവിടെ? സഭയിലും വഴിയിലും ചന്തയിലും വീട്ടിലും എല്ലായിടത്തും ഞാൻ ദൈവ പൈതലാണ്. ബ്ലെസ്സിങ് സെൻ്ററിൻ്റെ ആ ഗേറ്റ് കഴിയുമ്പോഴേക്കും ഒരു മാസ്ക് അങ്ങ് എടുത്തു. ഭയങ്കര ശബ്ദല പറ. ഓ സ്വോത്ര ഭയങ്കര ഭക്തി. പുറത്തോട്ട് ഹല്ലേലൂയ. നാലാമത്തത് കമ്പാഷൻ അഥവാ മനസ്സലിവ്. വേദനിക്കുന്നവരുടെ അടുക്കിലേക്ക് ചലിക്കുന്ന പക്വതയുള്ളവരുടെ ലക്ഷണമാണ് മനസ്സലിവ്. എത്ര പേർക്ക് വേണം? യേശുവിനുണ്ടായിരുന്നു. കൊലോസ് ലേഖനം 3:12 അത് പറഞ്ഞിട്ടുണ്ട്, ക്ലോത്ത് യുവർ സെൽസ് വിത്ത് കമ്പാഷൻ. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് പോലെ മനസ്സലിവിനെ എടുത്ത് ധരിക്കണം. ഡ്രസ്സ് ഇടുന്നത് പോലെ എടുത്ത് അണിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായി സുവിശേഷം 9:36 ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് മനസ്സലിവുണ്ടായി എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നല്ല ശമരിക്കാരൻ്റെ ഉപമയിൽ കാണുന്നത്. പലരും ആ വഴിക്ക് വന്നു, ആർക്കും മനസ്സലിവുണ്ടായില്ല. പക്ഷേ ഞാൻ ആ കൂട്ടത്തിലൊന്നും പറയാതിരിക്കാൻ സാധ്യമല്ല. ഇവിടെ നോക്ക്, അടുത്ത ഞായറാഴ്ച വരുമ്പോൾ മനസ്സലിവുണ്ടെങ്കിൽ ചിലരെ ഈ സത്രത്തിലേക്ക് കൊണ്ടുവരണം. അർദ്ധപ്രാണാവസ്ഥയിലിരിക്കുന്ന തകർന്നു കിടക്കുന്ന ജീവിതങ്ങളെ റിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ് സത്രം, സഭ. ഇതിലേക്ക് ചിലരൊക്കെ കൊണ്ടുവരണം. കുടുംബജീവിതം തകർന്നവർ, രോഗികൾ, ഇവർക്കൊക്കെ ആകെയുള്ള പ്രത്യാശ കേന്ദ്രം യേശുവാണ്. കൊണ്ടുവരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? കുറേ നാളായിട്ട് ഹൃദയം പാറക്കല്ല് പോലെ ആയിപ്പോയി, മനസ്സലിവ് അങ്ങ് പോയി, ആർദ്രത നഷ്ടപ്പെട്ടു. ആരോടും ഇപ്പോൾ സ്വന്തം കാര്യം ആ രീതിയിലോട്ടായിപ്പോയി. പ്രാർത്ഥിച്ചേ. മനസ്സലിവിൻ്റെ ഒരു ഹൃദയം, മനസ്സലിവിൻ്റെ തളർമയുള്ള കർത്താവെ, മനസ്സലിയുന്ന തടിച്ച ഹൃദയങ്ങളെല്ലാം മാറി അലിയുന്നൊരു ഹൃദയം, മനസ്സലിയുന്നൊരു ഹൃദയം, ജനത്തെ കണ്ട്, പ്രശ്നങ്ങളെ കണ്ട്, കർത്താവ് ബുദ്ധിമുട്ടിലായിരിക്കുന്നവരെ കണ്ട് മനസ്സലിയുന്നൊരു ഹൃദയം. അടുത്തത് ഫോർഗീവ്നെസ് ആണ്, ക്ഷമിക്കാനുള്ള കഴിവ്. അത് പക്വതയുടെ ലക്ഷണമാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എഫെസ്യ ലേഖനം 4:31-32 എഴുതി വെച്ചേക്കുക, വായിക്കുന്നില്ല. ക്ഷമിക്കാനുള്ള കഴിവെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിക്കുന്നത് മറ്റേയാൾ ക്ഷമിക്കപ്പെടാൻ യോഗ്യതയുള്ളത് കൊണ്ടല്ല. മറ്റേയാൾ ക്രൂരയായിരിക്കാം, ക്ഷമിക്കാൻ ഒരു യോഗ്യത അയാൾക്കില്ല. അതുകൊണ്ടല്ല ഞാൻ ക്ഷമിക്കുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാ? എനിക്കുറങ്ങാൻ. ക്ഷമിച്ചില്ലെങ്കിൽ അന്ന് ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കൂലേ? തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ആ പുതപ്പ് തേഞ്ഞു പോയി, കീറിപ്പോവും പുതപ്പ്. ക്ഷമിച്ചില്ലെങ്കിൽ എനിക്കാണ് കേടെന്ന് മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയെ ഞാൻ റിലീസ് ചെയ്യുന്നു. ക്ഷമിച്ച് ഓ, കർത്താവ് എന്നോട് ക്ഷമിച്ചതുപോലെ ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കും, പൊക്കോ. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ റിലീസ് ചെയ്യുന്നതാണ് ക്ഷമ. അത് പക്വതയുടെ ലക്ഷണമാണ്. പൊതുവെ ക്ഷമിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അതെങ്ങനെ അറിയാം? ഇംഗ്ലീഷുകാർ പണ്ട് പറഞ്ഞു വെച്ചു, ടു എർ ഈസ് ഹ്യൂമൻ ബട്ട് ടു ഫോർഗിവ് ഈസ് ഡിവൈൻ. ദൈവത്തിൻ്റെ സ്വഭാവമാണ് ക്ഷമിക്കുക. തെറ്റുകൾ വരുത്തുന്നത് മനുഷ്യ സഹജവുമാണ്. ഇനിയുള്ളത് പോയിന്റുകൾ പറഞ്ഞു വിടുകയാണ്. നമ്പർ 4,
ദ എനിമി ഓഫ് ക്യാരക്ടർ ഗ്രോത്ത്. എന്തുകൊണ്ട് നമ്മൾ സ്വഭാവശ്രേഷ്ഠതയിൽ വളരുന്നില്ല? യാക്കോബിൻ്റെ ലേഖനം 1:4. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഷോർട്ട് കട്ടുകൾ തേടി പോകരുത്. അതായത് ഒരിക്കലും പെട്ടെന്ന് ഇത് നടക്കുമെന്ന് ആരും ചിന്തിക്കരുത്. സമയമെടുക്കും. എല്ലാവരും പറഞ്ഞു സമയമെടുക്കും. അടുത്ത ആൾ പറഞ്ഞു നിങ്ങളുടെ സ്വഭാവം ശരിയായി വരാൻ സമയമെടുക്കുന്നു പറഞ്ഞു. നിങ്ങളുടെ സ്വഭാവം ശരിയായി വരാൻ സമയമെടുക്കും. എന്നിട്ട് അയാളോട് തന്നെ അതുവരെ ഞാൻ ക്ഷമിക്കാമെന്ന് പറ. അതുവരെ ഞാൻ ക്ഷമിക്കാം. കാരണം ക്ഷമിച്ചേ പറ്റൂ. സമയമെടുക്കും. ഇത് പെട്ടെന്ന് ഇപ്പം ഞാൻ ഈ സ്വഭാവ ശ്രേഷ്ഠതയെക്കുറിച്ച് ഒക്കെ പ്രസംഗിച്ചതുകൊണ്ട് ഇന്ന് രാവിലെ ഇതിന് ശേഷം ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ ഇറങ്ങി നിൽക്കും. ആ സമയത്ത് ക്യൂ ആയിട്ട് ആൾ വരും. കർത്താ ഒന്ന് തലയൊക്കെ വെച്ചിട്ട് എൻ്റെ സ്വഭാവം നന്നാക്കാൻ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അബദ്ധ പ്രാർത്ഥന വേറെ ഇല്ല. മണ്ടത്തരമാണ്. അങ്ങനെ വരില്ല. ദർ ഈസ് നോ ഷോർട്ട് കട്ട്. നേരത്തെ പറഞ്ഞ പ്രോസസ്സിലൂടെ പോകണം. കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ. ആ ചെയിനിൽ മാത്രമേ ഇത് പോകുള്ളൂ. സമയമെടുക്കും. വെയിറ്റ് ആൻഡ് സീ. ഇത് സമയമെടുക്കുന്ന പരിപാടിയാണ്. സോ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ഡോണ്ട് ഡെസ്പൈസ് ദ സ്ലോ സീസൺസ്. ചില കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ ജീവിതം എല്ലാം ഇങ്ങനെ വൈകുന്നത് പോലെ തോന്നും. അതിനെന്താ വിളിക്കുന്നത്? സ്ലോ സീസൺസ്. പറ, സ്ലോ സീസൺസ്. പെട്ടെന്നൊന്നും നടക്കുന്നില്ല. ഒരു കാലഘട്ടത്തിൽ പെട്ടെന്ന് വിചാരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒന്നും നടക്കുന്നില്ല. കർത്താവ് എന്നെ മറന്നുപോയോ? ഒച്ചിൻ്റെ വേഗതയിലാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ആ സീസണിൽ സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ ഒരു സാധനം ബിൽഡ് ചെയ്ത് വരും. അതിൻ്റെ പേരാണ് പേഷ്യൻസ്, ദീർഘക്ഷമ. അതെങ്ങനെ വരുള്ളൂ? ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന് കാര്യങ്ങളൊന്നും നമ്മുടെ ടൈമിൽ നടക്കാതെ ദൈവത്തിൻ്റെ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് നമ്മുടെ അകത്ത് എന്ത് ഡെവലപ്പ് ആകുന്നത്? ക്ഷമാശീലം. എല്ലാം ഇൻസ്റ്റൻ്റായിട്ട് കിട്ടി. ഇത് നടക്കൂല. പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇൻസ്റ്റൻറ്റ് കോഫി ഉണ്ട്. ഒരു പാക്കറ്റ് പൊട്ടിച്ച് ചൂടുവെള്ളത്തിലിട്ടിട്ട് 2 കലക്ക് ഇങ്ങനെ കലക്കി 30 സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇൻസ്റ്റൻറ്റ് കോഫി. ചെയ്യാറുണ്ട് ഹോട്ടൽ റൂമുകളിൽ. അതുകൊണ്ട് പലപ്പോഴും അതുകൊണ്ട്. എന്നാൽ ശരിക്കും ബ്രൂ ചെയ്തെടുക്കുന്ന കോഫിയുണ്ട്. ഞങ്ങൾ ടെക്സസിൽ ഹ്യൂസ്റ്റണിൽ താമസിക്കുന്ന സമയത്തൊരു പാസ്റ്റർ TC തോമസ് ഉണ്ട്. അദ്ദേഹം ഇവിടെ ഒന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അദ്ദേഹം വൈഫ് ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് അവിടുത്തെ പാസ്റ്റർ, ഈ TC തോമസ് പാസ്റ്റർ, കാപ്പിയുണ്ട്. ഇതുപോലെ രുചികരമായ ഒരു കാപ്പി ഞാൻ വേറെ കുടിച്ചിട്ടില്ല. തലേ ദിവസം പ്രോസസ്സ് തുടങ്ങും. തലേ ദിവസം കാപ്പിക്കുരു ബീൻ എടുത്തിട്ട് ഒരു പ്രത്യേക മെഷീനിൽ അത് പൊടിച്ച് ഒരു പ്രത്യേക ഫിൽറ്ററിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ എടുത്ത് ഒരു പ്രത്യേക രീതിയിലുള്ളൊരു തിക്ക് സൊല്യൂഷൻ പോലെ, ലിക്വിഡ് പോലെ ആക്കി റെഡിയാക്കി വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ബാക്കി പ്രോസസ്സ് ചെയ്യും. എന്നിട്ട് മിൽക്കെല്ലാം ആഡ് ചെയ്ത് പ്രത്യേക രീതിയിലാക്കി പാസ്റ്റർ കോഫി കൊണ്ടുവരും. ഓഹ്, വാട്ട് എ ടേസ്റ്റ്! ഈ ഇൻസ്റ്റൻറ്റ് കോഫിയും ഇതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. മറ്റേത് പാൽപ്പൊടിയുടെ ചുവയും കുറേ ഷുഗറിൻ്റെ ചുവയും എല്ലാം കൂടി ഇട്ട് ഒരു പ്രത്യേക കൃത്രിമത്വം എല്ലാവരും എങ്കിലും സഹിക്കാതെ അല്ലാതെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ കുടിക്കുന്നു. പക്ഷേ ശരിക്കുള്ള കോഫി ബ്രൂ ചെയ്ത് കുടിച്ചാൽ അതിന് വ്യത്യാസമുണ്ട്. ഇതുപോലെ ദൈവം സമയമെടുത്ത് പാകപ്പെടുത്തി മെച്യൂരിറ്റിയിലൂടെ ജീവിതാനുഭവങ്ങളിലൂടെ കൊണ്ടുപോയി ഒരാളെ റെഡിയാക്കിയെടുക്കുമ്പോൾ അതിന് ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ട് കുഞ്ഞേ. ഉണ്ട്. ഒത്തിരി വേദനകൾ, മരണങ്ങൾ, അപകടങ്ങൾ, അതിഭയങ്കരമായ പ്രശ്നങ്ങൾ, ഇതിലൂടെ എല്ലാം പോയി പക്വതയും പാകവും പ്രാപിച്ചൊരു ക്യാരക്ടർ മറ്റുള്ളവരിൽ നിന്നും വേർപെട്ട് നിൽക്കും. അവരാണ് കൗൺസിലേഴ്സ് ആകാൻ, കൗൺസിലിംഗ് കൊടുക്കാൻ, ഒരാളെ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാനൊക്കെ അവർക്കാണ് ശുശ്രൂഷ വരുന്നത്. എന്തുകൊണ്ട്? യേശു രക്ഷകനായി മാറി. ആരും പോയിട്ടില്ലാത്ത ന്യായവിധിയുടെ തീച്ചുളയിലൂടെ അവൻ പോയി. ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. അങ്ങനെയാണ് ലോകരക്ഷകനാകാൻ അവന് യോഗ്യത കിട്ടിയത്. അവസാനത്തത്, ലാസ്റ്റ് വൺ, ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ക്യാരക്ടർ. എന്തിനാണ്
ഇതിലൂടെയൊക്കെ കർത്താവ് നമ്മെ കൊണ്ടുപോയി ക്യാരക്ടർ പണിയുന്നത്. 5-ാമത്തെ ഒന്ന് വായിക്കാമോ? സ്വഭാവ ശ്രേഷ്ഠതയുടെ ആത്യന്തികമായ ലക്ഷ്യം. റോമാലേഖനം 8:29 പറഞ്ഞിട്ടുണ്ട്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുക. അതാണ് അവന്റെ, ആ മഞ്ഞ ഒന്ന് വായിച്ചേ, യെല്ലോ, അവന്റെ സ്വരൂപത്തോട്. ഓ മൈ ഗോഡ്, രക്ഷിക്കപ്പെട്ട നാളുകളേക്കാൾ എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും യേശുവിൻ്റെ സ്വഭാവത്തോട് അറിഞ്ഞോ അറിയാതെയോ അതിലോട്ട് വളർന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഒന്നും ആയിട്ടില്ല, ഇനിയും കിടക്കുന്നതാണ്. പക്ഷേ സഹകരിക്കണം, പരിശുദ്ധാത്മാവിനോട്, ദൈവത്തോട് സഹകരിക്കണം. അവസാനം ലൈഫിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ തികഞ്ഞവരായി അവൻ നമ്മെ മാറ്റും. ഇതിനെയാണ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു സാധനമുണ്ട്, അതാണ് ഗ്ലോറിഫിക്കേഷൻ, തേജസ്കരണം. അതല്ലാതെ ഇവിടെ കുറച്ച് പനിയുണ്ട്, ഇതൊന്ന് മാറ്റിത്താ, ചെവിയിൽ വേദന ഉണ്ടെന്ന് മാറ്റി, അതിനു വേണ്ടിയല്ല സഭയിൽ വരുന്നത്. അതൊക്കെ ഇതിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. അതൊക്കെ നടന്നോളും, രോഗസൗഖ്യം നടക്കും, മിറക്കിൾസ് നടക്കും, വിടുതൽ നടക്കും, ഇതെല്ലാം നടന്നോളും. പക്ഷേ ആത്യന്തികമായി കർത്താവ് ആഗ്രഹിക്കുന്നത് അവൻ്റെ സ്വരൂപത്തോട്, അങ്ങനെയല്ലേ, അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ. അത് ഇപ്പോഴെങ്ങല്ല, ഈ അപ്പോയിൻമെന്റ് നടന്നത് ചരിത്രാതീത കാലത്താണ്. ലോകസ്ഥാപനത്തിനു മുമ്പേ കർത്താവ് നിങ്ങളങ്ങ് മുൻനിയമിച്ചു. എൻ്റെ മകനെ പോലെ, എൻ്റെ പുത്രൻ്റെ സ്വഭാവത്തിലേക്ക് ഞാൻ നിന്നെ പണിതെടുക്കും. എല്ലാവരെയും നേരത്തെ നിശ്ചയിച്ചു. അതുകൊണ്ടാണ് നല്ല കുഞ്ഞുങ്ങളായിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നേരത്തെ എന്തായിരുന്നു? കൊമ്പിമാരായിട്ടൊക്കെ നടന്നവരല്ലേ ഇപ്പോൾ കുഞ്ഞാടുകളായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. കാരണം നേരത്തെ നിന്നെ കർത്താവ് തെരഞ്ഞെടുത്തു. ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ്, ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുൻപ്, മലകൾ, പർവ്വതങ്ങൾ, സമുദ്രങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് അവൻ നിന്നെ കണ്ടു, പേർ ചൊല്ലി വിളിച്ചു. അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ അത് തെരഞ്ഞെടുത്തിരിക്കുന്നു. 2 കൊരിന്ത്യർ 3:18 ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു, യേശുവിനെ പോലെ തന്നെ ആയി മാറുന്നു. ഇതിനാണ് സഭ, ഇതിനാണ് മുടങ്ങാതെ വരണമെന്ന് പറയുന്നത്, ഇതിനാണ് ബ്ലെസ്സിംഗ് ഗ്രൂപ്പിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് പറയുന്നത്. ഇതിനാണ് തിങ്കളാഴ്ച വൈകിട്ട് ശുശ്രൂഷകരെ പരിശീലിപ്പിക്കുന്നതിൽ വരണം എന്ന് ഞാൻ നിർബന്ധം പിടിക്കുന്നത് കൊണ്ടാണ്. നാളെ തിങ്കളാഴ്ചയാണെന്നുള്ളത് മറക്കരുത്. നിയോഗിക്കപ്പെട്ടവർ, അംബ്രോസ് ബ്രദർ തിരഞ്ഞെടുത്തവരല്ലത്. ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവ് തിരഞ്ഞെടുത്ത പാർട്ടികളെയാണ് ഞാൻ വിളിക്കുന്നത്. നാളെ വൈകിട്ട് മൺഡേ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് M3 നടക്കുമ്പോൾ മഴ കഴിഞ്ഞിട്ട് വരാമെന്ന് പറയരുത്, ലീവ് ചോദിക്കരുത്, കൃത്യമായി വിശ്വസ്തയോടെ വരണം. നിന്നെ പണിതിട്ട് നിന്നിലൂടെ ഒത്തിരി പേരെ പണിയാൻ സ്വർഗത്തിലെ പിതാവ് ഉത്തരവായിരിക്കുന്നു. ഇവിടെ നിന്ന് നാളെ മൺഡേ ശുശ്രൂഷകരെ മറ്റും വരുമല്ലോ അല്ലേ എന്നൊരു കോള് വന്നിട്ടാണ് നീ വരുന്നതെങ്കിൽ ധിക്കരിക്കുന്നത് സ്വർഗത്തിലെ പിതാവിൻ്റെ വിളിയെയാണ്. സ്വന്തം കാറുള്ള എത്ര പേരുണ്ട് ഇവിടെ? ഒത്തിരി പേരുണ്ട്. അതിൻ്റെ ആ മോന്തായത്തിൻ്റെ ആ സാധനം പൊക്കി അതിൻ്റെ അകത്തൊരു സാധനം ഇരിപ്പുണ്ട്. അതിൻ്റെ പേരെന്താ? എൻജിൻ. ആ സാധനം എടുത്ത് മാറ്റി ഇത് ഓടുമോ? പറ, ഓടുവോ? എന്തൊക്കെ പറഞ്ഞാലും ഓടുവോ എൻജിനില്ലാതെ? ഒത്തിരി വിശ്വാസികൾക്ക് എൻജിനില്ല, അതുകൊണ്ടാണ് തൊള്ളുന്നത്. ഫോൺ വിളിക്കണം, ഫോളോ അപ്പ് ചെയ്യണം, വണ്ടി കയറ്റി കൊണ്ടുവരണം, എന്നാ പാട്. അടുത്ത ആളോട് ചോദിക്കും, നിങ്ങൾക്ക് എൻജിനുണ്ടോയെന്ന് ചോദിക്കും. എൻജിനില്ലാത്ത വിശ്വാസികളെ, എൻജിനില്ലാത്ത ശുശ്രൂഷകരെ ഒരു എൻജിൻ പിടിപ്പിക്കുക, എന്നിട്ട് ഇവിടുന്ന് പോയാൽ മതി. എൻജിൻ എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ കൊണ്ടുവരാനുള്ള എൻ്റെ ആർജവം, അതാണ് എൻജിൻ. അതല്ലാതെ ആരെങ്കിലും തള്ളിയിട്ടല്ല. മൺഡേ മീറ്റിങ്ങിന് വാ, വെനസ്ഡേ കൗൺസിലിങ്ങിന് വാ, സൂം മീറ്റിങ്ങിൽ കയറ്, ഐഡിയ അയച്ചിട്ട് കയറ്. ഇത്രയും പുഷ് ചെയ്യണമെങ്കിൽ നിനക്ക് എൻജിൻ ഇല്ല കുഞ്ഞെ.
ഇന്ന് എൻജിൻ ഫിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് പോയാൽ മതി. ആരാധനയ്ക്ക് വരാൻ രണ്ടുപേരും ഫോളോ അപ്പ് ചെയ്യണ്ട, നീ വന്നാൽ മതി. എൻജിൻ വേണം, ഇല്ലെങ്കിൽ അവിടെ എത്തില്ല. ഭയങ്കര സ്പീഡിൽ കാർ പോകുമ്പോൾ വഴിയരിൽ കിടക്കുന്ന കുറേ കരികളെയും കൂടെ അങ്ങ് പോകും. കുറേ അങ്ങ് പോകും. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്യും? ഈ കരിയിലൊക്കെ ഒന്നും എഞ്ചിനില്ലാത്തത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ കരിയില എന്ത് ചെയ്യും? അവിടെ അങ്ങോട്ട് കിടക്കാം. അടുത്ത ആൾ ചോദിക്കും, നിങ്ങൾ കരിയില വിശ്വാസിയാണെന്ന് വെച്ചേ, അല്ലെങ്കിൽ എഞ്ചിനുള്ള വിശ്വാസിയാണ്? അടുത്ത ആൾ പറയും, നിങ്ങൾ എന്നെ ഫോളോ അപ്പ് ചെയ്യണ്ടെന്ന് പറ, ഞാൻ വരുമെന്ന് പറ. നിങ്ങൾ എന്നെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇറങ്ങിയതാണ്, ചാകാൻ ഇറങ്ങിയാന്ന് പറ. യേശുവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയവരെല്ലാം തിരിച്ചു പോകണം. യേശുവിന് വേണ്ടി മരിക്കാനുള്ളവർ മാത്രം സഭയ്ക്കകത്ത് നിൽക്കട്ടെ.